എല്ലാവർക്കും പ്രണാമം. നമ്മുടെ റൂമിയും കൃഷ്ണനും എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ കൃഷ്ണബോധത്തിൻ്റെ ഒരു ആധ്യാത്മ പ്രണയപൂർണമായ ഒരു തലവും ജലാലുദ്ദീൻ റൂമിയുടെ ദിവ്യ പ്രണയത്തിൻ്റെ ആകാശങ്ങളെ എങ്ങനെ ഹൃദയം കൊണ്ട് പുണർന്നറിയാം എന്നതിനെ കൂടി ചേർത്ത് പല കഥകളിലൂടെ, കാവ്യങ്ങളിലൂടെ ആ ബോധത്തെ പകരാനുള്ള ഒരു എളിയ ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇന്ന് അതിൻ്റെ കൂടെ കൂടുതലായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, റൂമിയെ കുറച്ചുകൂടി പരിചയപ്പെടുത്തണമെന്ന് ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് കുറച്ചുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം നമുക്ക് കൃഷ്ണനെ നമുക്കത്ര നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ ഉള്ളതാണ്, നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പോൾ റൂമി ഇതിലേക്ക് വരുമ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്നതിന് ചെറിയൊരു ആമുഖമാണ് നമ്മൾ ഈ 2 ദിവസങ്ങളിൽ പറഞ്ഞു വെച്ചത്. റൂമിയുടെ ജീവിത വഴിയും ആധ്യാത്മ വഴിയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുക കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. അതിന് മുന്നേ ഒരു സൂഫി ഖവാലി കേട്ട് തുടങ്ങാം. ഈ ഖവാലി സൂഫി ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു പഞ്ചാബി ഖവാലിയാണ്. ബാബ ഗുലാം ഫരീദ് എന്ന ഒരു ജ്ഞാനിയായ ആധ്യാത്മജ്ഞാനിയായ സൂഫിയുടെ വരികളാണിത്. ഇതിൽ പറയുന്നത് മെഡ ഇഷ്ക് വിതു എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഒരു ഗുരുവിനോടുള്ള ശിഷ്യ ആ പ്രണയ സമർപ്പണത്തിൻ്റെ അത്യഗാധതയെ ബോധിപ്പിക്കുന്ന വരികളാണ് അതിലുള്ളത്. മെഡ ഇഷ്ക് വിതു, എൻ്റെ പ്രണയം, എൻ്റെ സർവ്വ പ്രണയവും നീയാണ്. മെര യാറ് വിത്തുവും, എൻ്റെ പ്രിയനും നീയാണ്. മെര ദീന് വിത്തു, എൻ്റെ ധർമ്മം, എൻ്റെ ആത്മധർമ്മം, എൻ്റെ മതം, ദീൻ എന്നുള്ള എല്ലാം നീയാണ്. ആ ഗുരുവിൽ സമർപ്പിതമായി കഴിഞ്ഞാൽ ഒരാൾ ആയിത്തീരുന്ന ആ സമ്പൂർണതയെ അങ്ങ് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ പ്രകാശിപ്പിക്കുകയാണ്. ഈമാൻ വിത്തു, എൻ്റെ വിശ്വാസം നീയാണ്. മെര ജിസ്മ് വിത്തു, എൻ്റെ ദേഹം നീയാണ്. മെര റൂഹ് വിത്തു, എൻ്റെ ആത്മാവ് നീയാണ്. മെര ഖൽബ് വിത്തു, എൻ്റെ ഹൃദയം നീയാണ്. മെര ജാന് വിത്തു, എൻ്റെ ജീവൻ നീയാണ്. എന്നിട്ട് കാബ, ആ മുസ്ലിം ജീവിതത്തിലെ പ്രാർത്ഥനാ ദിശയായി പറയുന്ന കാബ കേന്ദ്രം, ഖിബില പ്രാർത്ഥനാ ദിശ, മസ്ജിദ്, മിമ്പർ, ഇതെല്ലാം ആ ആരാധനകളോട് ചേർന്ന് കിടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അത് ഓരോന്നും എടുത്തിട്ട് പറയാണ്. മുസ്ഹഫ് വ ഖുർആനും എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഹജ്ജ്, എൻ്റെ സകാത്ത്, എൻ്റെ അനുഷ്ഠാനങ്ങൾ എല്ലാം നീ തന്നെയാണ്. എൻ്റെ സുഹദ്, എൻ്റെ പരിത്യാഗം, എൻ്റെ തഖ്വ, അതുപോലെ തന്നെ പറയാണ് എൻ്റെ ഇർഫാൻ, എൻ്റെ അറിവും എൻ്റെ ആത്മജ്ഞാനവും നീ തന്നെയാണ്. എൻ്റെ ദിക്ർ നീയാണ്, എൻ്റെ ഫിക്ർ നീയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ആ സ്മരണയാണ്, ദൈവസ്മരണയ്ക്ക് പറഞ്ഞത്. എൻ്റെ എല്ലായ്പ്പോഴുമുള്ള സ്മരണ നിന്നെക്കുറിച്ച് മാത്രമാണ്. എൻ്റെ ഫിക്ർ, എൻ്റെ ചിന്ത എപ്പോഴും നീ മാത്രമാണ്. അവസാനം പറയാണ് മെഡ സൗഖ് വിത്തു, മെഡ വജ്ദാൻ വിത്തു, എൻ്റെ രുചി നീയാണ്, നീ അല്ലാത്തൊരു രുചി എനിക്കില്ല. എൻ്റെ ആനന്ദം, എൻ്റെ പരമാനന്ദം അത് നീ മാത്രമാണ്. ഇങ്ങനെ ആ ഒരു പ്രണയ സമർപ്പണത്തിൻ്റെ സമ്പൂർണതയാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്നത്. ഈ മൗലാന ജലാലുദ്ദീൻ റൂമി ആ സൂഫിധാര ആദ്യ കാലഘട്ടങ്ങളിലും എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിന് പല നാമങ്ങൾ പറയാറുണ്ട്. 7ഓളം നാമങ്ങൾ പറഞ്ഞിട്ട് ഇതെന്നാണ് സൂഫി വഴികൾ ഉണ്ടായത്. അപ്പോൾ സൂഫികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ സാധാരണ നമ്മൾ കേൾക്കുന്നത് സൂഫ് എന്ന വാക്ക്, അത് കമ്പിളി എന്ന വാക്കിൽ നിന്നുണ്ടായത്. കമ്പിളിയെക്കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് കമ്പിളി എന്ന മനുഷ്യൻ ഒരു പരിത്യാഗിയാകുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. അതുപോലെ ചില ഗുരുക്കന്മാർ പറഞ്ഞു മൃഗങ്ങളുടെ വസ്ത്രമാണ്. അപ്പോൾ ഏതൊരു ആളാണ് മൃഗത്തെ പോലെ നിഷ്കളങ്കനാകുന്നത്, അപ്പോഴാണ് അവൻ കമ്പിളി ഉടുക്കാൻ പ്രാപ്തനാകുന്നത് എന്ന്. മറ്റൊന്ന്, ഏതൊരു മരുഭൂമിയിലും എത്ര ചൂടുള്ള സാഹചര്യത്തിലും അവൻ്റെ ഉള്ളം ആ കുളിർമയാൽ ഇരിക്കണം. ആ കുളിർമ കൊണ്ട് ആ ഊഷ്മളതയാൽ കമ്പിളി പുതക്കാൻ പാകപ്പെട്ട ഒരവസ്ഥയിലായിരിക്കണം അവൻ്റെ ബോധം, അവൻ്റെ ഉള്ളം. ആ അവസ്ഥ പ്രാപിക്കും വേണം ഒരാൾ ഒരു സൂഫിയാകുന്നത്.
പിന്നെ സഫ എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ശുദ്ധി, ഒരു ആത്മശുദ്ധിയാണ്. എപ്പോഴാണോ ആത്മശുദ്ധി പ്രാപിക്കുന്നത്, ആ ആത്മശുദ്ധിയിലെത്തുമ്പോഴാണ് ഒരാൾ സൂഫിയാകുന്നത്. അങ്ങനെ 7ഓളം അഭിപ്രായങ്ങളുണ്ട്. അതൊരു അക്കാദമിക്കൽ വിഷയം, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ റൂമി പറയുന്നത് ആ സമ്പൂർണമായിട്ട് ഏതൊരു സമയത്താണോ നമ്മുടെ മനസ്സടങ്ങുന്നത്, ഗുരുക്കന്മാർ പറയുന്നത് ആരാണ് ഗുരു എന്ന് ചോദിച്ചാൽ ആരുടെ മുന്നിലാണോ നിന്റെ മനസ്സടങ്ങിയത് അതാണ് ഗുരു. നമ്മുടെ മനസ്സ് അടങ്ങുക എന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഈ മനസ്സിൻ്റെ ദേഹേച്ഛകളുടെ ഒരു തലമുണ്ട്. ആ മനസ്സ് അടങ്ങുകയില്ല, അതിനടക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും മനോഹരമായ മാർഗമായിട്ടാണ് ഈ ഭക്തി മാർഗത്തെക്കുറിച്ച് നമ്മുടെ ഇന്നലെ വല്ലഭാചാര്യരുടെ മധുരാഷ്ടകം കേട്ടത്. അത് അത്രയും പ്രണയത്തിലാകുന്ന സമയത്ത് അറിയാതെ അങ്ങ് വണങ്ങി പോകുന്നതാണ്, വണങ്ങി വീണു പോകുന്നതാണ്. ആ വീണു പോകുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സുജൂദ് എന്ന് സൂഫികൾ പറയും. നമ്മൾ സാമാന്യ തലത്തിൽ അതൊരു കർമ്മമായി അനുഷ്ഠാനമായി ചെയ്യുന്ന ഒരു യാന്ത്രിക പ്രക്രിയയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സൂഫികൾ പറയുന്ന സുജൂദ് എന്നത് അതറിയാത്ത ആ പ്രണയ സമർപ്പണത്തിൻ്റെ സമ്പൂർണ്ണ നിമിഷത്തിൽ അറിയാതെ അങ്ങ് വീണു പോകുന്നതാണ്. ആ പ്രണാമം ആ പ്രണയത്താൽ സംഭവിക്കപ്പെടുന്നതാണ് പ്രണാമം. അങ്ങനെ അങ്ങ് വീണു പോകണം. അത് ആരുടെ മുന്നിലാണ് വീണു പോവുക എന്നതിനെക്കുറിച്ച് റൂമി പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഈ റൂമിയുടെ ഏറ്റവും പ്രധാന കൃതി മസ്നവിയ മാനവി എന്നാണ്. മസ്നവി എന്ന് പറഞ്ഞാൽ ഈരടികളാണ്, ആധ്യാത്മ ഈരടികളാണ് മസ്നവിയ മാനവി. അത് എഴുതുന്ന തലത്തിലേക്ക് റൂമി വരുന്നത്, റൂമി നമ്മൾ പറഞ്ഞു അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, ചിന്തകനായിരുന്നു, എഴുതുന്ന ആളായിരുന്നു. ആ ഒരു ദർവീഷായ ഒരു അവധൂതനായ ഒരു ഗുരു വന്നെത്തുകയാണ്. ആ ഗുരു വന്നെത്തുകയും ആ ഗുരുവിൽ സമർപ്പിതനാവുകയും ചെയ്തിട്ട് പിന്നെ ആ ഗുരുവിൻ്റെ കൂടെ ആവുക. ഒരു 40 ദിവസത്തോളം ഈ ഗുരുവും ശിഷ്യനും മാത്രം ഇങ്ങനെ വാതിലടച്ചിരിക്കുന്നുണ്ട്. അതിലുണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ബോധ പരിണാമം സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത് തന്നെ ഒരു ബോധ പരിണാമത്തിൻ്റെ കഥയാണ്. അതുവരെ ഉണ്ടായിരുന്ന ആൾ മാറിയിട്ട് പുതിയൊരു ജന്മമാണ്. അതുകൊണ്ടാണ് ഈ ആധ്യാത്മ പ്രണയം ഏറ്റവും അപകടകരമാണ്, വളരെ സൂയിസൈഡലാണ് എന്ന് ഗുരുക്കന്മാർ പറയും. കാരണം എന്താണ്, ആ സമയത്ത് സംഭവിക്കുന്ന ഒരു ബോധപരിണാമം എന്നത് ഏറ്റവും അപകടകരമായത്. അത് ബോധത്തെ മാറ്റി തീർക്കുന്നതാണ്. അതായത് അന്ന് വരെയുള്ള ആളല്ല അതിന് ശേഷമുള്ളത്. ആളങ്ങ് മാറിപ്പോവാണ് സമർപ്പണത്തിൽ. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യത്തിൽ അത് എളുപ്പം മനസ്സിലാവും. എല്ലാവർക്കും അത് മനസ്സിലാകില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ആധ്യാത്മമായ ബോധപരിണാമം എന്നത് നിമിഷാർദ്ധം കൊണ്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ആ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രം അതിലേക്കുള്ളൊരു അറിയാത്തൊരു കൊണ്ടുപോകൽ നമ്മൾ പോലും അറിയാതെ അതിങ്ങനെ സംഭവിക്കും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ അത്തരത്തിലുള്ള ഒരു ജന്മനാ ഉള്ള ഒരു ആത്മാന്വേഷി, ഒരു അനുരാഗി എന്ന് പറയുന്ന ഒരു ദൈവികതയിലേക്ക് ഗമിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ പോലും അറിയാതെ അവൻ്റെ ഉള്ളം വളരെ കുഞ്ഞുനാൾ മുതലേ അവനെ ഇങ്ങനെ കൊണ്ടുപോകും. മറ്റെന്തിനെയോ തേടുന്നുണ്ടാകും. നമുക്ക് കിട്ടിയ അറിവുകളോ തൊഴിലുകളോ സമ്പത്തോ ഇതൊന്നുമല്ലാത്ത മറ്റെന്തിലേക്കോ നമ്മുടെ ഉള്ളത്തെ കൊണ്ടുപോകുന്ന ഒരു പ്രേരക ശക്തി ഉണ്ടാവും. ആ പ്രേരക ശക്തിയാണ് നമ്മളെ വായിപ്പിക്കുന്നത്. നമ്മൾ വായിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും കളിക്കുന്ന സമയത്ത് വായിക്കുന്ന കുട്ടികൾ കാണാം. അപ്പോൾ വായന, പഠനം ഇതിനൊക്കെ ഉപരിയായിട്ട് ഇങ്ങനെ എവിടെയോ എന്തോ ഒരു ശൂന്യത, ഒരു വാക്യൂം സ്പേസ് നമ്മുടെ അകത്തുണ്ടാവും. ആ ശൂന്യതയെ പരിഹരിക്കാനാണ് പിന്നീട് ഓടുന്നത്, പല വഴികളിൽ അലയുന്നത്. ഇതൊരു അലച്ചിലുകളുടെ ഒരു ലോകത്താണ്. ഈ ആത്മാന്വേഷികളെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അലഞ്ഞിട്ടുണ്ടാവും. ആ അലച്ചിലുകൾ അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു ഇടമുണ്ട്. ജുനൈദുൽ ബാഗ്ദാദി എന്നൊരു മഹാസൂഫി ഉണ്ടായിരുന്നു. ആ സൂഫിയുടെ അടുത്ത് ആ സൂഫി പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് ഒരു 20 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വെമ്പൽ വന്നു. എനിക്ക് ആ ദൈവിക സാക്ഷാത്കാര വഴിയിലേക്ക് പ്രവേശിക്കണം, അപ്പോൾ എനിക്കൊരു ഗുരുവിനെ കണ്ടെത്തണം. ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പോയി. ഇങ്ങനെ നടക്കുന്ന വഴിയെ മക്കയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു ആളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നി, പ്രിയം തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു ശിഷ്യത്വം കിട്ടണം, ഒരു ഗുരുവിൽ എനിക്ക് സമർപ്പിതനാകണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾ യാത്ര തുടരുക, നിങ്ങൾ ബാഗ്ദാദിലേക്ക് പോവുക, അവിടെ ഗുരുക്കന്മാരുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വഴി കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബാഗ്ദാദിലേക്ക് പോയി.
അവിടെ നിന്ന് സിറിയയിലേക്ക് പോയി, അവിടെ നിന്ന് ടർക്കിയിലേക്ക് പോയി. ഇങ്ങനെ മധ്യേഷ്യയുടെ പല ഭാഗങ്ങളിലൂടെയും അദ്ദേഹം ഇങ്ങനെ ഗുരുക്കന്മാരെ തേടി തേടി അലഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 20 വർഷത്തോളം അദ്ദേഹത്തിന് അലഞ്ഞിട്ട് ഒരു ഗുരുവിനെയും അദ്ദേഹത്തിൻ്റെ മനസ്സടങ്ങിയില്ല. പൂർണ്ണ സമർപ്പണത്തിലേക്ക് പറ്റുന്ന ഒരു ഗുരുവിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ 20 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വലിയൊരു സൂഫി ഗുരുവിൻ്റെ ദർഗയിലെത്താൻ, ഒരു ദർഗ. അവിടെ ഇരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഒരാളെ കാണുകയാണ്. ആ കണ്ട ആളെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇത് വന്നു. ഇതെല്ലാം ഒരു കാഴ്ചയിൽ സംഭവിക്കുന്നതാണ്. പലപ്പോഴും ഗുരുക്കന്മാരെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നില്ല. ബുദ്ധിയുടെ ഒരു തലത്തിനപ്പുറത്തുള്ള ഒരു അന്തഃപ്രജ്ഞയാലാണ് ആ ഒരു പെട്ടെന്നുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ വന്നു. ആ കണക്ഷൻ വന്നിട്ട് ആ നിമിഷം തന്നെ അദ്ദേഹം എന്തായി, ആ മനുഷ്യനിൽ സമർപ്പിതനാവുകയും ഗുരുവിനെ സ്വീകരിക്കുകയും ആ ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓർമ്മ വരികയാണ്. ഈ മനുഷ്യനെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ആലോചിച്ച് പോയപ്പോൾ ആ 20 വർഷം മുമ്പ് ആദ്യം കണ്ട ആളാണ്. ആദ്യം പറഞ്ഞില്ലേ എനിക്കൊരു ഗുരുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് ചെന്ന അതേ ആളാണ്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനെന്നെ 20 വർഷം ഇങ്ങനെ അലയാൻ വിട്ടു? അന്നേ എന്നെ സ്വീകരിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഈ കണ്ണുകൾ കാണാൻ നീ പാകപ്പെടാൻ 20 വർഷത്തെ യാത്ര ആവശ്യമായിരുന്നു. ആ 20 വർഷത്തെ അലച്ചിലിന് ശേഷമാണ് ആ ബോധം പാകപ്പെട്ടത്. ഈ പാകപ്പെടുന്ന സമയം വരെ നമുക്കത് കാണാൻ കഴിയില്ല. അതുവരെ നമ്മൾ അലഞ്ഞുകൊണ്ടേയിരിക്കും, ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ആ വഴിയിൽ. അങ്ങനെ യാത്രയിലായി, സഞ്ചാരിയായി, ഇങ്ങനെ ഉള്ളത്തിലുള്ളൊരു ദാഹമുണ്ട്. ആ ദാഹം ശമിക്കും വരെ ആ പാനം തേടി നടക്കും. അങ്ങനെ പാനം തേടി നടക്കുന്നവർക്ക് ആരാണോ ദാഹശമനിയായിരിക്കുന്നവൻ, അത്രയും നിറഞ്ഞിരിക്കുന്നവൻ, നിറവാർന്നിരിക്കുന്നവൻ ആരോ, അതാണ് ഗുരു. ആ ഗുരുവിലെത്തുമ്പോൾ ആ ഹൃദയം അങ്ങ് പൂർണ്ണമായും അതിലങ്ങ് മതിയാകും. ആ മതിയാകുന്ന അവസ്ഥയിലെത്തുക എന്നുള്ളത്. അവിടെയാണ് റൂമി ഒരുപാട് കാലങ്ങളിലൂടെ, ഇപ്പം 800 വർഷമായി, 1207 റൂമി ജനിക്കുന്നത്. 1273 ഈ ലോകത്തോട് വിട പറയുന്നത്. കുറഞ്ഞ കാലം ജീവിച്ചാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ബോധത്തോട് സംവദിക്കാൻ സാധ്യമാകും. കഴിഞ്ഞ ദിവസം നമ്മൾ കൃഷ്ണനെ പറഞ്ഞത് അതുകൊണ്ട്, കൃഷ്ണൻ ഈ കാലത്തിൻ്റെ അല്ല, ഇനിയും വരും കാലത്തിൻ്റെതാണെന്ന് ഗുരുക്കന്മാർ പറയുന്നത് ആ ബോധത്തിൻ്റെ അത്രയും ഉത്കൃഷ്ടമായ ബോധത്തെ സമന്വയിച്ച് ലോകത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ്. ബുദ്ധനപ്പുറം എല്ലാ യോഗാത്മകതക്കും അപ്പുറത്തുള്ള ഒരു ഇന്നലെ ഇവിടുന്ന് പാടിയ ആ പാട്ടിൻ്റെ അവസാനത്തിൽ ആ രാസലീല ഇവിടെ മിൻസി മാഷ് ഇന്നലെ അവസാനം പാടി. അപ്പോൾ ആ രാസലീലയുടെ, ആ പ്രാപഞ്ചികതയുടെ, ഒരു പ്രണയലീലയുടെ ഒരു മഹാജ്ഞാന ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോയി ആ ജ്ഞാനത്തിൻ്റെ ബോധത്തെ കാവ്യാത്മകമായി അതിമനോഹരമായി അവതരിപ്പിക്കുകയും ഹൃദയങ്ങളിലൂടെ അതിൻ്റെ ആ കാവ്യവിശുദ്ധിയെ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് റൂമി. അങ്ങനെ ഈ ഗുരുവിൻ്റെ കൂടെ 2 വർഷം ഷംസ് തബ്രീസ് എന്ന ഗുരു, എലിഫ് ഷഫാക്കിൻ്റെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച ഒരു നോവലാണ് എലിഫ് ഷഫാക്ക് എന്ന് പറഞ്ഞ ഒരു ടർക്കിഷ് റൈറ്ററിൻ്റെ പുസ്തകം, 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട്. അത് ഷംസ് തബ്രീസിൻ്റെ 40 പ്രണയ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അത് ആ ടൈറ്റിലാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലർ ആയതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കകം. ആ പുസ്തകം ഷംസിൻ്റെയും റൂമിയുടെയും കഥയാണ്. ഈ ഷംസ് തബ്രീസ് എന്ന ഗുരുവിൻ്റെ കഥയാണ്. ആ ഗുരുവിൻ്റെ കൂടെ ശിഷ്യപ്പെട്ട റൂമിയുടെ കഥയാണ്. ആ കഥയോട് ചേർത്തിട്ടാണ് ആ നോവൽ ഇങ്ങനെ വികസിക്കുന്നത്. അങ്ങനെ ഈ റൂമി പിന്നീട് 2 വർഷത്തോളമാണ് ഈ ഷംസ് എന്ന ഗുരുവിൻ്റെ കൂടെ താമസിക്കുന്നത്. ആ ഷംസിൻ്റെ കൂടെ കഴിയുകയും ഒരുമിച്ച് മാത്രം കഴിയുക, അതോടുകൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബോധം തലമാകെ മാറിപ്പോവുകയും ആ സമൂഹം മുഴുവനും അദ്ദേഹത്തിനെതിരാവുകയും ചെയ്യാൻ. അതുവരെ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെതിരായി, മക്കളെതിരായി, വീട്ടിലുള്ളവരും കുടുംബവും എല്ലാം എതിരാവാണ് റൂമിക്ക്. പക്ഷേ ഈ ബോധമാറ്റത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും വിടാൻ പറ്റുന്നില്ല. വിടാൻ പറ്റാത്ത ബോധത്തിലേക്ക് എപ്പോഴാണ് ഒരാൾ മാറുന്നത്, അതാണ് ബോധ പരിണാമം എന്ന് പറയുന്നത്. അതുവരെ ആ മാറ്റം സംഭവിക്കില്ല. അങ്ങനെ ആ മാറ്റം സംഭവിക്കുകയും പിന്നീട് 2 വർഷത്തിന് ശേഷം ഒരിക്കൽ ഷംസിനെ കാണാതാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തതികളിലോ ശിഷ്യരിലോ പെട്ട ആളുകൾ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണ് എന്നൊക്കെ ചരിത്രത്തിൽ പല
വിഷയങ്ങൾ പറയപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹം അപ്രത്യക്ഷനായതോട് കൂടിയിട്ട് റൂമി വല്ലാതെ അസ്വസ്ഥതയിലായി. അവിടെയാണ് ആ പ്രണയത്തിൻ്റെ തീവ്ര പ്രണയത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. വല്ലാത്തൊരു ഉന്മാദിയെ പോലെ നടക്കുകയാണ്. ഉന്മാദിയെ പോലെ നടന്നിട്ട് ഇങ്ങനെ എവിടെ എന്ത് നൽകണം, ആരോട് സംസാരിക്കണം, എപ്പോഴും ഇങ്ങനെ ഗുരുവിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു കഥ എപ്പോഴും പറയാറുണ്ട്. ഒരിക്കൽ ഒരാൾ ഈ റൂമി ഇങ്ങനെ ഷംസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അലഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഇദ്ദേഹത്തെ കബളിപ്പിക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ ഷാമിലൂടെ പോയപ്പോൾ ഷംസിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് റൂമി അദ്ദേഹത്തിന് ആരോ സമ്മാനിച്ച വില കൂടിയ ഒരു കോട്ട് ഉണ്ടായിരുന്നു. വില കൂടിയ കോട്ട് ആരോ കൊടുക്കുമ്പോൾ അതിങ്ങനെ ആ സമയത്ത് ഇത് ഷംസിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ആ കോട്ട് ഊരിയിട്ട് അഴിച്ചെടുത്തിട്ട് ആ മനുഷ്യന് സമ്മാനിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ആ കോട്ടയിൽ പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, അദ്ദേഹം ഇന്നലെ ഷാമിലൊന്നും അല്ലായിരുന്നു, ഇവിടെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം അങ്ങയെ കബളിപ്പിച്ചതാണ്, കള്ളം പറഞ്ഞതാണ്. അപ്പോൾ റൂമി പറയുന്നുണ്ട്, അദ്ദേഹം കള്ളം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ കോട്ട് മാത്രം കൊടുത്തത്, അദ്ദേഹം പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ കൊടുക്കായിരുന്നില്ല. അപ്പൊ തന്നെ കൊടുക്കാൻ മാത്രമുള്ള ഒരു അഗാധമായ ഒരു ഹൃദയ വായ്പാണ്. ആ ഹൃദയത്തിൻ്റെ ഒരു അപാരമായ ഒരു ബന്ധമാണ്. ഈ ബന്ധങ്ങൾ നമ്മൾ പറയാറുണ്ട്, പലതരത്തിലുള്ള ബന്ധങ്ങൾ. നമ്മൾ കുടുംബ ബന്ധങ്ങളുണ്ടാകും, സൗഹൃദ ബന്ധങ്ങളുണ്ടാകും, സാമാന്യ പ്രണയ ബന്ധങ്ങളുണ്ടാകും. പക്ഷെ ഒരു ആധ്യാത്മമായൊരു ബന്ധമുണ്ട്, ആത്മബന്ധത്തിൻ്റെ ഒരു പീക്കുണ്ട്. ഈ ആധ്യാത്മികതയിലൂടെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ ചേരുന്ന ഒരു തലം, അത്ര ആഴത്തിൽ മറ്റൊരു ബന്ധത്തിനും ആ കണ്ണിചേർക്കൽ സാധ്യമല്ല. ആ അസാധ്യമായിരിക്കുന്ന ആ ബന്ധത്തിൻ്റെ കണ്ണിചേർക്കലാണ് റൂമി ഷംസ് ആ ബന്ധത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അത് ആ ഷംസിനെ കാണാതായതോട് കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ നിർഗളിച്ച, ഉള്ളിൽ നിന്നിങ്ങനെ അറിയാതെ ഇങ്ങനെ വന്ന വരികളാണ് മസ്നവി എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് 25,000-ലധികം ഈരടികളുണ്ട്. 25,000-ലധികം ഈരടികൾ അത്ര മഹോന്നതമായിട്ട് ഇങ്ങനെ അതിലിങ്ങനെ പറയാണ്. ഓരോ വരികളും എന്താണ് അത് പറയുന്ന, നമ്മൾ അതിൻ്റെ ഒരു 1000 ക്ലാസ്സുകളിലായിട്ട് ഇപ്പോൾ അതിന് ഒരു വോള്യം തീർന്നിട്ടുള്ളൂ. ഇനി 5 വോള്യം ഇനിയും ബാക്കിയാണ്. 4000 ഈരടികൾ നമ്മളത് പറയാൻ തന്നെ 5 വർഷം എടുക്കും, നമ്മളുടെ കേവലം ചെറിയ അറിവ്. അപ്പം അത്ര ആഴത്തിൽ ഇങ്ങനെ പറയാണ്. അത് തുടങ്ങുന്ന വരികളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ബഷ്നു അസ്നൈ ചൂൻ ഹികായത്ത് മീകുനത് അസ് ജുദായി ഹാ ഷികായത്ത് മീകുനത്. നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ ഉള്ളമാകുന്ന ആ പുല്ലാങ്കുഴൽ പാടുന്ന, ആ പുല്ലാങ്കുഴൽ നിങ്ങളുടെ അകമേ നിന്ന് പറയുന്ന ഒരു കഥനത്തിൻ്റെ കഥയുണ്ട്, ഒരു വിലാപമുണ്ട്. അതെന്തിൻ്റെ വിലാപമാണ്? ജുദായി അസ് ജുദായി ഹാ ഷികായത്ത് മീകുനത്. ആ ജുദായിയുടെ കഥ, ആ വിരഹത്തിൻ്റെ കഥ, ആ വേർപാടിൻ്റെ കഥ. ഇതാണ് റൂമി പറയുന്നത്. ഈ വേർപാടെന്ന് പറയുമ്പോൾ റൂമി പറയുന്ന യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ജന്മം കൊണ്ടത് ആ പരമമായ ആ പരമ്പൊരുളിൽ നിന്നാണ്. ആ പരമ്പൊരുളിൽ നിന്ന് വന്നതാണ്. കഴിഞ്ഞ ദിവസം ഗവർണർ ഇവിടെ സംസാരിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഉദ്ധരിച്ചു, മനോഹരമായിട്ട് ഉദ്ധരിച്ചു. ആ ആയത്ത് ഇങ്ങനെയാണ്, വനഫഖ്തു ഫീഹി മിർ റൂഹി എന്ന് പറയുന്നത്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ട് അവനിലേക്ക് ഞാൻ എൻ്റെ റൂഹിനെ ഊതി എന്നാണ്, എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതി എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ ആത്മാവിൽ നിന്ന് അവൻ ഏതൊരു പൊരുളാണോ, ഈ പൊരുളിനെയാണ് നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. ഏതൊന്നാണോ എല്ലാത്തിലും ഇരിക്കുന്നത്, സൂര്യനിലും ചന്ദ്രനിലും ഇരിക്കുന്ന പൊരുളേതോ, സകലത്തിലും ഇരിക്കുന്ന പൊരുളേതോ, ആ പൊരുളിനെ പറഞ്ഞു തരും. അപ്പം അതിൽ നിന്ന് വന്ന മനുഷ്യൻ, നമ്മൾ ഇന്നലെ ആ വൃത്ത തലത്തിൽ അതിന് ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ഓരോ മനുഷ്യനും, ഓരോ മനുഷ്യജന്മവും, ഓരോ ജീവികളും, ഉദ്ഭൂതമായ സകലതും ഏതൊന്നിൽ നിന്നാണോ വേർപെട്ട് വന്നത്, ആ വേർപെട്ട് വന്നതിൻ്റെ ഒരു വിരഹത്തിൻ്റെ നോവുണ്ട്. ആ നോവാണ് നമ്മൾ അനുഭവിക്കുന്ന ആ വാക്വം, ഒരു ശൂന്യത, അകമേ ഇരിക്കുന്ന ഒരു വോയിഡ്. ഓരോ മനുഷ്യനും ഓരോന്ന് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രായത്തിലും നമ്മൾ വിചാരിക്കും ഓരോന്ന് കിട്ടിയാൽ ഇങ്ങനെ നമ്മൾ തൃപ്തരാകുമെന്ന്, നമ്മൾ ആനന്ദത്തിലാകുമെന്ന്. സ്വാമി രാമതീർത്ഥൻ പറയുന്നുണ്ട്, മനുഷ്യന് കുട്ടിക്കാലത്ത് ഒരു കുട്ടിക്ക് അവന് ഒരു കളിപ്പാട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളെല്ലാം അങ്ങനെ ആ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് കരഞ്ഞു വിളിച്ച് നിലവിളിക്കും. ആ കളിപ്പാട്ടം കിട്ടിയാൽ എല്ലാ സന്തോഷമായി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ കളിപ്പാട്ടം നമ്മൾ അത്ര വില കൂടിയ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത് 3 ദിവസം കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം അത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടാവും.
കാരണം എന്താണ്, അപ്പം മനസ്സിലാവുകയാണ്, ഈ കുട്ടിക്ക് മനസ്സിലാവണം ഈ കളിപ്പാട്ടത്തിലായിരുന്നില്ല, ആ കളിപ്പാട്ടം കിട്ടിയ ഇനി എനിക്കൊന്നും വേണ്ട, അത് മാത്രം മതി എന്നൊക്കെ പറയും കുട്ടികൾ അല്ലേ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട, പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാലും അത് കഴിയും. അതുപോലെ നമ്മൾ നമ്മുടെ ഓരോ പ്രായത്തിലും അങ്ങനെയാണ് അല്ലേ. നമ്മുടെ കുറച്ചുകൂടി ഇതാകുമ്പോൾ കൂട്ടുകാരിലായി, പ്രണയികളിലായി, അതുപോലെ തന്നെ വീട്, ജോലി, അധികാരം, പണം, സമ്പത്ത്, ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ കാമനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ അതെല്ലാം നമുക്ക് പരമമായ ആനന്ദം തരും എന്നുള്ള, നമുക്ക് നമ്മുടെ തൃപ്തി തരുമെന്ന വിചാരത്തിലാണ് നമ്മൾ ഓരോന്നിൻ്റെയും പിന്നാലെ പോകുന്നത്. ഇതെല്ലാം കളിപ്പാട്ടങ്ങളാണ്. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അധികാരസ്ഥാനവും മറ്റൊരു കളിപ്പാട്ടമാണ്. നമ്മൾ കളിപ്പാട്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്തിനാണ് ഈ കളിപ്പാട്ടങ്ങൾ എടുക്കുന്നത്? നമ്മുടെ ആ ശൂന്യത തീരുമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കതിൻ്റെ ആ സുഖം അതോടുകൂടി നമ്മൾ തൃപ്തരാകും, നമ്മളിത് തീരും എന്നൊരു വിചാരമാണ് നമുക്കുള്ളത്. പക്ഷെ അതാണ് റൂമി പറയുന്നത്, നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നുള്ള ആ വിരഹത്തിൻ്റെ നോവ് നിങ്ങൾ കേൾക്കുക. ഒരു വേവുണ്ട്, നിങ്ങളറിയാത്ത ഉള്ളിൽ ഇങ്ങനെ നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വിരഹത്തിൻ്റെ ആ നോവാണ് നിങ്ങളെങ്ങനെ ഏതോ ഒന്നിനെ തേടിക്കൊണ്ടുപോകുന്നത്. ആ എന്തിനെയാണ് തേടുന്നത് എന്നുള്ള നിങ്ങളുടെ ഉള്ളമാകുന്ന ഉള്ളത്തിലിരിക്കുന്ന ആ പുല്ലാങ്കുഴൽ ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ കഥയെ നിങ്ങൾ കേൾക്കുക. ആ ഹിക്കായത്ത് എന്നുള്ള വാക്കാണ്. ആ ഹിക്കായത്തിനെ, ആ കഥയെ, ആ വിരഹത്തിൻ്റെ ആ വിലപനത്തെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളം കൊണ്ട് കേൾക്കുക. എന്നിട്ടോ അതിന് കാരണം അത് പറയാണ്, ഈ പുല്ലാങ്കുഴൽ അല്ലെങ്കിൽ ഈ ഓടക്കുഴൽ ഒരു മുളങ്കാട്ടിൽ നിന്ന് ഒരു മുള മുറിച്ചെടുത്തിട്ട് അതിനെങ്ങനെ പരുവപ്പെടുത്തി പാകപ്പെടുത്തി ഉണ്ടാക്കിയതാണ്. എന്നിട്ടോ അസ്നഫീറം മർദസൻ അലീദാന്ത്, എന്നിട്ട് ആ മുളങ്കാട്ടിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തപ്പെട്ട് വന്ന ഇത് പാടുന്ന ആ വിരഹഗീതി എന്താണ്? അതിൻ്റെ മുളങ്കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം, അതിൻ്റെ ഉറവിടത്തിലേക്ക് തന്നെ തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിലാപമാണ്. ഇതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന നമ്മുടെ ഉള്ളിലുള്ള ഈ വിലപനം അത്രയും എന്താണ്? ഏതൊരു പൊരുളിൽ നിന്നാണോ, ഏതൊരു പ്രകാശത്തിൽ നിന്നാണോ, ഏതൊരു പ്രണയത്തിൽ നിന്നാണോ നമ്മളിങ്ങനെ മാറി വിരഹിയായി ഒറ്റക്കാക്കപ്പെട്ടത്, ആ ഒറ്റക്കാക്കപ്പെട്ടതിൽ നിന്ന് അതിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ആ അവസ്ഥയിലേക്ക് തന്നെ, ആ പ്രകാശത്തിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു വല്ലാത്ത നോവാണ് നമ്മുടെ. ആ നോവിൻ്റെ ഗീതമാണ് നമ്മളാകുന്ന ഈ പുല്ലാങ്കുഴൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ട് കേൾക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ രാധ കൃഷ്ണനോട് പറഞ്ഞത്, എനിക്ക് പുല്ലാങ്കുഴലായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഏറ്റവും പ്രയാസം. അത് കേൾക്കണമെങ്കിൽ നിന്റെ ഉള്ളം ആ പുല്ലാങ്കുഴൽ പോലെ പൊള്ളയാകണം, ഈ അഹന്തയുടെ ഈ തലത്തിൽ നിന്ന് മുക്തമാകണം. അപ്പം അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആ ഗാന നിർജ്ജരി അകമേ നിന്ന് കേൾക്കാൻ നിനക്കാവുകയുള്ളൂ. എന്നിട്ട് അതിനുശേഷം പറയാം, അത് കേൾക്കണം. ആ വിലാപമാണ് ഓരോ സ്ത്രീയുടെയും പുരുഷന്റെയും കണ്ണുനീരിൽ ഉപ്പായി കിനിയുന്നത് തോന്നി പറയാം. കാരണം നമ്മൾ പലതിനായിട്ട് കണ്ണുനീർ പൊഴിക്കും. നേരത്തെ പറഞ്ഞ പോലെ കളിപ്പാട്ടം കിട്ടിയില്ലെങ്കിൽ കണ്ണുനീർ പൊഴിക്കുന്നവരാണ്. ഓരോ സംഗതികൾ കിട്ടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണീർ ഒഴിക്കും. അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കണ്ണീർ പൊഴിക്കും. ഈ കണ്ണുനീരത്രയും വളരെ അർത്ഥവത്താണ്. ആ കണ്ണുനീരത്രയും പരമമായതിനു വേണ്ടിയുള്ള കണ്ണുനീരാണ്. ഇതാണ് ഇതിൽ റൂമി പറയുന്നത്. നിന്റെ ഉള്ളിലുള്ള ഈ വാഞ്ചയുണ്ടല്ലോ, ഒരു ലോങ്ങിങ്, ഒരു പ്രണയം, ഒന്നിനോടുള്ള സ്നേഹം, ഇതെല്ലാം ആ പരമമായതിലേക്കുള്ളതിൻ്റെ സിംബലുകൾ മാത്രമാണ് ഇതെല്ലാം. പക്ഷെ നമ്മൾ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതെല്ലാം സിംബോളിക്കാണ്. നമ്മുടെ ഉപമകളും അലങ്കാരങ്ങളുമാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ വികാരങ്ങളും. പക്ഷെ അതിനെല്ലാം പൂർണ്ണ രൂപമുണ്ട്. അതിൻ്റെ ഏറ്റവും സാക്ഷാത്കൃതമായ രൂപം എന്താണ്? അത് ആ പൂർണ്ണതയിലേക്ക്, ആ പരമപ്രണയത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആ പൂർണ്ണത വരുള്ളൂ. അങ്ങനെ ആ വിരഹത്തിൻ്റെ ആ നോവ് നമ്മൾ പങ്കിടണമെങ്കിൽ അത് ആരോട് പറയണമെന്നാണ് ഇതിന്റെ മൂന്നാമത്തെ വരിയിൽ പറഞ്ഞത്. അതിനുശേഷം പറയണം, എന്ന് പറയാം. എനിക്ക് ഒരു ഹൃദയം, ഒരു നൊന്തു നുറുങ്ങിയ ഒരു ഹൃദയം തരൂ. എൻ്റെ ഹൃദയത്തിൻ്റെ നോവിൻ്റെ പാട്ട് പാടാൻ, ആ നെഞ്ചകത്തിൽ എനിക്ക് തലവെച്ച് വേണം എൻ്റെ പാട്ട് പാടാൻ. എൻ്റെ നോവ് അതറിയുന്ന ഒരാൾക്ക് മുന്നിലേ അത് പാടാൻ പറ്റും.
അതാണ് ആ ഗുരു ഹൃദയത്തെക്കുറിച്ച് പറയുന്നതാണ്. ആ സീനെ ഖ്വാഹം, എൻ്റെ ഹൃദയം ആശിക്കുകയാണ്. എന്ത് ഷറഹെ അസ് ഫിറാഖ്, ഈ വിരഹത്താൽ നൊന്തു നുറുങ്ങിയ ഒരു ഹൃദയത്തെയാണ് ഞാൻ ആശിക്കുന്നത്. താ ബഗൂയം ഷറഹ് ദർദ ഇഷ്തിയാഖ്, എൻ്റെ ദർദിൻ്റെ, എൻ്റെ വേദനയുടെ ഷറഹ്, എൻ്റെ വേദനയുടെ ആ വ്യാഖ്യാനം അത്രയും, അതിൻ്റെ ആ വിലാപത്തിൻ്റെ വ്യാപ്തി അത്രയും ആ ഹൃദയത്തിൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വേണം എനിക്ക് പാടാൻ. അതാർക്കേ അറിയുള്ളൂ? അതിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. ആ കടന്നുപോയ ആളിൻ്റെ നെഞ്ചകത്ത് വെച്ചിട്ട് എനിക്കത് പാടാൻ പറ്റണം എന്നാണ് അതിൽ ഗുരു ഇങ്ങനെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഹൃദയത്തെയാണ് എല്ലാവരും തേടുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ അവന് കൂട്ട് തേടുന്നത് അത്രയും അതിനാണല്ലോ. ഈ കൂട്ടുകൾ, പല പല കൂട്ടുകളിലൂടെ സഞ്ചരിക്കുന്നത് അത്രയും അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയാണ്. ആ ഇടത്ത് എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഹൃദയതലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമേ അവൻ്റെ വ്യാകുലതകളും അവൻ്റെ വ്യഥകൾ അത്രയും അടങ്ങുകയുള്ളൂ. ആ വ്യഥകൾ അത്രയും അടങ്ങുന്നവന് മാത്രമേ ഈ ഏകതയെ പുൽകാനും ആ ഏകതയെ അറിയാനും എല്ലാത്തിലും ഇരിക്കുന്ന പൊരുൾ ഒന്നെന്നറിയാനും സാധിക്കുള്ളൂ. അവിടെയാണ് നമ്മൾ ഈ പ്രഭാഷണത്തിൽ ഞാൻ തീർച്ചയായിട്ടും പറയണമെന്ന് വിചാരിച്ച ആള് ദാരാ ഷുക്കോവിനെ ഓർത്തത്. ദാരാ ഷുക്കോവ് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം, ദാരാ ഷുക്കോവ് എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെയും മുംതാസ് മഹലിൻ്റെയും മൂത്ത മകനാണ്. താജ്മഹൽ ഉണ്ടാക്കപ്പെട്ട അവരുടെ മൂത്ത മകൻ. അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു 10-25 വയസ്സായപ്പോൾ ഇത്രയും എല്ലാ സൗകര്യങ്ങളിലും എല്ലാ ആഡംബരങ്ങളിലും ജീവിച്ച ആളാണ്. ആഡംബരങ്ങളിലും സൗകര്യങ്ങളിലും ജീവിച്ച ആൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഇതൊരു ജന്മസിദ്ധമായിട്ടുണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ, ഇത്തരത്തിലുള്ള ഈ വ്യഥ വേട്ടയാടുന്നത് അവിടെയാണല്ലോ. കാരണം ഈ അടുത്ത രാജാവാക്കാൻ വെച്ചതാണ്. ഷാജഹാൻ അടുത്ത രാജാവായിട്ട് കണ്ടത് കാരണം ചെറുപ്പം മുതൽ അത്രയും ജ്ഞാനിയായ ആളായിരുന്നു. ആ ജ്ഞാനബോധം കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രനായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് ഇതുകൊണ്ടൊന്നും തൃപ്തി വന്നില്ല. ഈ രാജാധികാരം കൊണ്ടോ അവിടുത്തെ പ്രതാപം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എല്ലാ സാഹചര്യങ്ങളും കൊണ്ടോ അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അദ്ദേഹം ജനിച്ചത് 1615-ലാണ്. ആ കാലഘട്ടത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വ്യഥ വേട്ടയാടിയത് കൊണ്ട് 1640 25-ാം വയസ്സിൽ അദ്ദേഹം ഒരു തുരീഖത്തിൽ പ്രവേശിക്കണം. ഖാദിരിയ തുരീഖ എന്ന് പറയുന്നത് ഒരു സൂഫി മാർഗമാണ്. ഒരുപാട് സൂഫി മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഖാദിരിയ എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ ബാഗ്ദാദിൽ ജീവിച്ച ഒരു ഗുരുവിൻ്റെ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ച. ഇപ്പോൾ റൂമിയുടെ സൂഫി മാർഗത്തെയാണ് മൗലവിയ എന്നുള്ള പേര് പറയുന്നത്, മൗലാന എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് തുരീഖത്തുകളുണ്ട്. നക്ഷബന്ദിയ എന്ന് പറയും, സുഹ്റവർദിയ, ചിഷ്തിയ, അജ്മീറിലുള്ള ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി ഉൾപ്പെടുന്ന ആ പരമ്പരയുടെ പേരാണ് ചിഷ്തിയ. ഇങ്ങനെ പരമ്പര. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു അധ്യാത്മ മാർഗത്തെ തിരഞ്ഞ് കണ്ടെത്തിയിട്ട് ചേർന്നതാണ് ഖാദിരിയ തുരീഖത്തിൽ ചേരുകയും അവിടെ അദ്ദേഹം അതിൻ്റെ അനുഷ്ഠാനവും അതിൻ്റെ ദൈവശാസ്ത്രവും അതിൻ്റെ തത്വചിന്താപരമായ പല വിഷയങ്ങളും, അതിൻ്റെ ഫിലോസഫി, അതിൻ്റെ തിയോളജി, ഇതെല്ലാം ആഴത്തിൽ പഠിക്കുന്ന ഒരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി എന്ന് പറഞ്ഞ വേറൊരു സൂഫിയാണ്. അദ്ദേഹം ഒരു ആൻഡലൂഷ്യൻ സൂഫിയാണ്. അദ്ദേഹം സ്പെയിനിൽ ജനിച്ച ആളാണ്. അത് ഇതിനെ ഈ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗവർണർ പറഞ്ഞ വൺനെസ് ഇൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ ആകെ സാരത്തെ വഹദത്തുൽ വുജൂദ് എന്ന ഒരു പൊരുളിൽ പറഞ്ഞ ആളാണ്. അതിനെ അവതരിപ്പിച്ച ആളാണ്. അതിനെ ഏറ്റവും പ്രാമാണികമായി സ്ഥാപിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യ ഇസ്ലാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും പലപ്പോഴും ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളാണ്. ഈ സൂഫികളും പൗരോഹിത്യ ഇസ്ലാമും തമ്മിൽ എല്ലാ കാലത്തും ഈ വിഭജനം ഉണ്ടായിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. ഇത് കുറച്ച് ആഴത്തിലുള്ള വിഷയമാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിലൂടെ ഈ ഇബ്നു അറബിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹം ആ അധ്യാത്മബോധമാണ് അദ്ദേഹത്തെ സ്വസ്ഥനാക്കിയത്. അങ്ങനെ 25-ാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം അതിലൂടെ വന്ന് അദ്ദേഹത്തിന് ആ സ്വാസ്ഥ്യം കൈവരുകയാണ്. ഈ അന്വേഷണത്തിൻ്റെ സ്വാസ്ഥ്യം കൈവരുകയും അങ്ങനെ അതിനുശേഷം പല സൂഫി ധ്യാന രീതികളിൽ പ്രവേശിക്കുന്നുണ്ട്. സൂഫികൾക്ക് ഒരുപാട് ധ്യാന രീതികളുണ്ട്. 40 ദിവസം ഏകാന്തമായിട്ടിരിക്കുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഈ സഞ്ചാരികളാക്കിക്കൊണ്ടേയിരിക്കുന്ന എത്രയോ കാലം സഞ്ചരിക്കാൻ വിടും ഗുരുക്കന്മാർ. അതുപോലെ ധ്യാനത്തിൻ്റെ പല മൗലവിയ ധാരയിലൊക്കെ ഉള്ളത് ആ സൂഫി വൃത്ത നൃത്തത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആ നൃത്തത്തിൻ്റെ രീതികളിലൂടെ ആ നൃത്തം കൊണ്ട് തന്നെ ധ്യാനത്തിലേക്ക് പോകും. കാരണം നൃത്തത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ കറക്കത്തിൽ തന്നെ പെട്ടെന്ന് ഈ തലയിൽ പിടിച്ചിരിക്കുന്ന ബുദ്ധിയും ബോധവും പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് ഇല്ലാതായിട്ട് ഇങ്ങനെ ആ ധ്യാനത്തിലേക്ക് എത്താൻ കൊണ്ടുപോകാനുള്ള രീതിയുണ്ട്. അങ്ങനെ ആ വഴിയിലെല്ലാം അദ്ദേഹം ഇത്തരത്തിലുള്ള പരിശീലനങ്ങളെല്ലാം നേടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ അകം
ആധ്യാത്മമായിട്ട് വളരെ സംതൃപ്തിയിലെത്തുകയും ചെയ്തു. അങ്ങനെ ഇബ്നു അറബി, റൂമി, ഹാഫിസ്, അത്താർ, ഇങ്ങനെ ഒരുപാട് സൂഫികളുണ്ട്. ഈ സൂഫി വഴികളിലൂടെ എല്ലാം, ആ ജ്ഞാന വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കുകയും സഞ്ചരിച്ച ആ കാലഘട്ടത്തിൽ, അത് 25 വയസ്സിലാണ്, അത് ഒരു 40 വയസ്സ് വരെയുള്ള കാലത്തെ ഒരു 13 വർഷം കൊണ്ട് അദ്ദേഹം ഈ സൂഫിസത്തിൽ തന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ഭയങ്കര ജ്ഞാനബോധം പകരുന്ന 5 ഗ്രന്ഥങ്ങൾ രചിച്ചു അദ്ദേഹം. സഫീനത്തുൽ ഔലിയ, ദിവ്യാത്മാക്കളുടെ കപ്പൽ എന്നാണ് അതിന് പേര്, ഒരുപാട് ആളുകളുടെ. സക്കീനത്തുൽ ഔലിയ, അതിൻ്റെ വിശ്രാന്തിയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ റിസാലെ ഹഖ് നാമ, ആ ദൈവികതയെ പ്രകാശിപ്പിക്കുന്നത്. ത്വരീഖത്തുൽ ഹഖീഖ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൻ്റെക്കുള്ള വഴികളെ കുറിച്ച് പറയുന്ന. ഹസനാത്തുൽ ആരിഫിൻ, ഇത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരു വിവരം തരാൻ വേണ്ടി പറയാം. അപ്പോൾ ഇത്തരം 5 ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹം ഈ സൂഫി ഗുരുക്കന്മാരുമായുള്ള ബന്ധവും അവരുടെ ചരിത്രവും അവരുടെ വഴികളും ഇതെല്ലാം രചിച്ച് അതിനെ മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം 1653 അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് 38 വയസ്സ്, 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാകണം. ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഗുരുവിൻ്റെ സാമീപ്യം കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബാബ ലാൽ ദാസ് ബൈരാഗി എന്ന് പറഞ്ഞൊരു ഗുരു. ആ ഗുരുവിനോടുള്ള സാമീപ്യത്തിന് ശേഷമാണ് അദ്ദേഹം ഭാരതീയ ദർശനത്തെ മനസ്സിലാക്കുന്നത്. നമ്മൾ കൃഷ്ണനെയും റൂമിയെയും പറയുമ്പോൾ ഈ 2 ധാര ഏറ്റവും മനോഹരമായി സമന്വയിപ്പിച്ച ആളാണ് ധാര. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിലേക്ക് വന്ന് ഭാരതീയ ദർശനങ്ങളുടെ മനസ്സിലാക്കി. യോഗവാസിഷ്ടം ആദ്യത്തിൽ അദ്ദേഹം പഠിച്ചത് യോഗയും സൂഫി ധ്യാന പരിശീലനങ്ങളും യോഗയിലെ ആസനങ്ങളും യോഗയിലെ ആ 8 വഴികളിൽ പലതിനും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇത് 2 തലങ്ങളിൽ, 2 ഏരിയകളിൽ അല്ലേ, ഒരു മധ്യേഷ്യൻ ഭാഗത്തും ഇന്ത്യൻ ഭാഗത്തും, ഈ 2 ഭൂമിശാസ്ത്രങ്ങളിൽ, 2 ജിയോഗ്രഫിക്കലായി 2 ഇടങ്ങളിലുള്ള ആളുകൾ രൂപപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രീക്കിലുള്ള ചിന്ത, ഈ മനുഷ്യൻ ഏതൊക്കെ കാലത്ത് ഏതൊക്കെ ലോകത്ത് ജന്മം കൊണ്ടിട്ടുണ്ടോ അവരിലെല്ലാം ഈ അന്വേഷികൾ ഉണ്ടായിട്ടുണ്ട്. ആ അന്വേഷികൾ, ആ വിരഹത്തിൻ്റെ നോവ് അനുഭവിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ലോകത്തും എല്ലാ ജീവിത പരിസരങ്ങളിലും ഉണ്ടാകും. ആ അന്വേഷികൾ അവർ രൂപപ്പെടുത്തുന്ന വഴികളെല്ലാം സമാനതകളുണ്ടാകും. ഇതാണ് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ അത് മനസ്സിലാവും. അപ്പോൾ ചൈനയിലെ പിന്നെ കൺഫ്യൂഷ്യസിൻ്റെ ദർശനങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു സുപ്പീരിയർ മാൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ സുപ്പീരിയർ മാൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അദ്ദേഹം ചാങ്സു എന്നാണ് പറയുക. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ എടുക്കുന്ന സ്ഥിതപ്രജ്ഞനായ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. ഭഗവത്ഗീതയെ മനസ്സിലാക്കുന്ന ആൾ സ്ഥിതപ്രജ്ഞനാണ്. യോഗവാസിഷ്ടത്തിൽ പറഞ്ഞ ജീവൻ മുക്തൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനിലെ ആ ബോധം ഉണർന്നവൻ. ഇത് തന്നെയാണ് ഈ സുപ്പീരിയർ മാൻ. ഇത് തന്നെയാണ് സൂഫികൾ പറയുന്ന ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധ്യാത്മധാരകളെ നമ്മൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ അതേ കാര്യം അവിടെ ഇരുന്ന് പറയാവുന്ന ഒരാൾ മറ്റൊരു ദേശത്തിരുന്ന് പറയുന്നു, പല ദേശങ്ങളിൽ ഇരുന്ന് പറയുന്നു, പല ദേശങ്ങളിൽ ഇരുന്ന് പറയുന്ന പല ഭാഷയിൽ പറയുന്നു. പക്ഷെ ഈ ഭാഷക്കകമേ അതിലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഒരേ ഒരു പൊരുളാണെന്നറിയുന്ന ബോധത്തിലേക്ക് ഉണരുക എന്നുള്ള ആ ബോധം ഇദ്ദേഹത്തിന്, കാരണം അദ്ദേഹം സൂഫിസത്തിൽ ആഴത്തിൽ മനസ്സിലാക്കി, അതിൻ്റെ ധ്യാന രീതികൾ മനസ്സിലാക്കി, അതിൻ്റെ ജ്ഞാന വഴികൾ ഉൾക്കൊണ്ടു. അങ്ങനെ അതിനുശേഷമാണ് അദ്ദേഹം ഈ ഭാരതീയ ദർശനത്തിൻ്റെ ആധ്യാത്മ തലത്തിലേക്ക്, യോഗയിലേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ജ്ഞാന തലത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന് ആ വിഷയങ്ങൾ ധാരാളം, ഇദ്ദേഹത്തിൻ്റെ ഈ ബാബ ലാൽദാസ് ബൈരാഗിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങളെ കിട്ടി. അങ്ങനെയാണ് ഭഗവത്ഗീതയും യോഗവാസിഷ്ടവും അവിടുന്ന് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് പരിഭാഷപ്പെടുത്തുന്നത് ഒരു പുസ്തകമായിട്ട് ലോകത്തിന് കൊടുക്കാനൊന്നുമല്ല, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ആത്മാന്വേഷണ വഴിയിൽ എനിക്ക് എൻ്റെ സാധനയായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ കൂടെയുള്ള സഹസഞ്ചാരികൾക്ക് വേണ്ടി, അവർക്കൊരു സാധന പോലെയാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അത് അതും കൂടി പരിഭാഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് ഇത് രണ്ടും തമ്മിലുള്ള അഗാധമായ വേദാന്തവും സൂഫിസവും തമ്മിലുള്ള ഇസ്ലാമിൻ്റെ അന്തർജ്ഞാനമായ, നമ്മളന്ന് ഇസ്ലാമിൻ്റെ 4 ഘട്ടങ്ങളെ ഉദാഹരണം പറഞ്ഞു. മുൾവേലിയും ഉദ്യാനത്തിൻ്റെ കൊട്ടാരവും കൊട്ടാരത്തിനകത്തെ സിംഹാസനവുമായിട്ട് പറഞ്ഞു. ആ കൊട്ടാരത്തിനകത്ത് കഴിയുന്ന അതിൻ്റെ ഒരു ഹക്കീക്കത്തിൻ്റെ, അതിൻ്റെ ഒരു യാഥാർത്ഥ്യ തലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ ഈ വേദാന്തത്തിൻ്റെ പൊരുളും സൂഫിസത്തിൻ്റെ പൊരുളും തമ്മിലുള്ള അഗാധമായ ഒരു സാമ്യത അതിനകമെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹം മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതുന്നത്. ആ മജ്മഉൽ ബഹ്റൈൻ എന്ന് പറഞ്ഞ 2 സമുദ്രങ്ങളുടെ സമന്വയം എന്നാണ് അതിൻ്റെ അർത്ഥം. കോൺഫ്ലുവൻസ് ഓഫ് 2 ഓഷ്യൻസ്. അതിനെ 2നെയും കൂടി സമന്വയിപ്പിക്കുക, 2 സമുദ്രങ്ങളെ സമന്വയം. കാരണം ഈ 2 സമുദ്രത്തെ അങ്ങനെ സമന്വയിപ്പിക്കാൻ എളുപ്പമല്ല. കാരണം ഒരു സാഗരം തന്നെ ഒരാളെ ഒന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര ആഴത്തിൽ സഞ്ചരിക്കാനുള്ളതാണ്.
ഇത് രണ്ടിനെയും കൂടി അദ്ദേഹം ആ ഒരു 40 വയസ്സുള്ള സമയത്താണ്, ആ 40 വയസ്സിനകം 45 വയസ്സിനകമാണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അത്രമേൽ ജ്ഞാനബോധത്തിന്റെ ഒരു ജന്മസിദ്ധി ആദ്യമേ ഉള്ള ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാകൂ. ആ ജന്മസിദ്ധി ഇല്ലാത്ത ഒരാൾക്ക് അത് എല്ലാം അങ്ങനെയാണല്ലോ, അത് പഠിച്ച് എടുക്കാൻ പറ്റുന്നതല്ല, പഠിച്ചെടുക്കുന്നതിനപ്പുറത്തുള്ള സിദ്ധിയുള്ളവർക്ക് മാത്രമാണ് അത് സാധ്യമാവുക. അങ്ങനെ അദ്ദേഹം ആ മജ്മുഉൽ ബഹ്റൈൻ എഴുതി. അതിനുശേഷം 1657 അദ്ദേഹം ബനാറസിലുള്ള സംസ്കൃത പണ്ഡിതന്മാരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവുകയും അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഉപനിഷത്തുക്കൾ പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന ചിന്ത ഉണ്ടാകുന്നത്. അങ്ങനെ അവരുടെയും സഹായത്തോട് കൂടിയിട്ടാണ് അതിന് പേർഷ്യനിൽ പേര് കൊടുത്തത് സിർറെ അക്ബർ എന്നാണ്. സിർറെ അക്ബർ എന്ന് പറഞ്ഞാൽ മഹാരഹസ്യം എന്നാണ് അർത്ഥം. ഏറ്റവും വലിയ രഹസ്യമാണ്, അക്ബറായ രഹസ്യമാണ്. ആ രഹസ്യം ഉപനിഷത്തിൽ അദ്ദേഹം കണ്ടെത്തുകയാണ്. ഉപനിഷത്തിൽ കണ്ടെത്തിയത് കൊണ്ടാണ് ഇത് പരിഭാഷപ്പെടുത്തിയിട്ട് പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഏകദൈവത്വത്തിന്റെ സത്തയാണ് വേദങ്ങളിൽ കണ്ടെത്തിയത്. ആ ദിവ്യ രഹസ്യങ്ങളാണ് ഉപനിഷത്തുക്കളിലുള്ളത്. ആ ഏകത്വത്തിന്റെ, ആ പരമ്പൊരുളിന്റെ, പരമമായ പൊരുൾ ഏതോ അതിൻ്റെ ആ ദ്വൈതമല്ലാത്ത, അദ്വൈതം എന്ന് പറയുന്നതിനെ രണ്ടായി നമ്മൾ കാണുന്നതൊന്നും രണ്ടല്ലെന്ന അറിവിലേക്ക് ഏകമാക്കുന്ന ബോധത്തെ ഉണർത്തുന്നു. അതിനെ കൃത്യതയോട് കൂടിയിട്ട് അതിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഉപനിഷത്ത്. ആ ഉപനിഷത്തുക്കളാണുള്ളതെന്നും അങ്ങനെ അത് ഭാഷാന്തരപ്പെടുത്തി അതിലൂടെ തൻ്റെ സാക്ഷാത്കാര വഴികളിൽ ആ ബോധത്തിന് എത്രത്തോളം അത് സഹായകമാകും എന്നതിലേക്കുമാണ് അത് ചെയ്തതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ പേർഷ്യൻ പരിഭാഷയാണ് പിന്നീട് ഫ്രഞ്ച് ഭാഷയിലേക്ക്, ലാറ്റിനിലേക്ക് അങ്ങനെ വഴിമാറിയിട്ട് യൂറോപ്പിലെത്തുന്നത്. യൂറോപ്പിൽ നിന്ന് പിന്നീട് ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തി. ആ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നാണ് പിൽക്കാലത്ത് ഇന്ത്യയിൽ ജീവിച്ച എത്രയോ പരശതം മനുഷ്യർ, അല്ലേ, കോടാനുകോടി മനുഷ്യർ ഇത് മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിലൂടെയാണ്. അത് പോയൊരു വഴി അത്രയും രസകരമായൊരു വഴിയാണ്. ഇങ്ങനെ ധാരാഷുക്കോവിലൂടെ പല ഹൃദയങ്ങളിലൂടെ, പല ഭാഷകളിലൂടെ ഓരോന്നും പരിഭാഷപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അതിനെ മൊഴിമാറ്റുമ്പോൾ അതിനത്രയും വലിയൊരു ഹൃദയ സാന്നിധ്യം ആവശ്യമാണ്. ഹൃദയം കൊണ്ട് അതിനെ പകർന്നെടുത്താൽ മാത്രമേ യഥാർത്ഥ രീതിയിൽ അതിനെ മറ്റൊരു ഭാഷയിലേക്ക് ഭാഷാന്തരപ്പെടുത്താനാവും. അങ്ങനെ പല ഹൃദയങ്ങളിലൂടെ കടന്നിട്ടാണ് പിന്നീട് ഇങ്ങനെ നമ്മളിലേക്ക് തന്നെ എത്തിയത്. അങ്ങനെ അദ്ദേഹം ചെയ്ത ഈ വർക്ക് തന്നെയാണ് ഇത്രയും ആഴത്തിൽ ജ്ഞാനത്തിന് വേണ്ടി ചെയ്ത ഇത് തന്നെയാണ് അദ്ദേഹത്തെ മതനിഷേധിയാക്കി, അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ മതനിഷേധിയാക്കി മുദ്ര കുത്തുകയും അങ്ങനെ അധികാര തർക്കവും രാഷ്ട്രീയമൊക്കെ അതിന് പിറകിലുണ്ടാകും. അങ്ങനെ ഇദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാണ്. ഔറംഗസീബ് തന്നെയാണ് ചെയ്യുന്നത്. അന്ന് ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു 47 വയസ്സൊക്കെ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ വയസ്സിനേക്കാൾ കൂടുതൽ കാലം ഔറംഗസീബ് പിന്നീട് മുഗൾ ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ചു. അദ്ദേഹം 1659 ഇദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1707 വരെ ഔറംഗസീബ് ഇന്ത്യ ഭരിച്ചു. അപ്പം അതിന് ഇദ്ദേഹം പകരം കൊടുത്തത് അദ്ദേഹത്തിന് ആ നേരത്തെ പറഞ്ഞ ആ സമർപ്പണവും ആ ജ്ഞാനബോധവും അതിൻ്റെ ആ ബോധപരിണാമത്തിൻ്റെ പ്രകാശനം സമ്പൂർണ്ണമായിട്ട് ഉള്ളിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്നും ബാധിക്കുന്നതല്ല. അതിനപ്പുറം പോയി അദ്ദേഹത്തിന് ഇതൊന്ന് മാറ്റിപ്പറഞ്ഞാൽ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ മാറ്റിപ്പറയാനൊന്നും അദ്ദേഹത്തിന് തയ്യാറാവൂല. ആ അവസ്ഥ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ബോധത്തിലേക്ക്, ആ ഗുരു പ്രകാശത്തിലൂടെ നമ്മുടെ അകമേ ആ ബോധം മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊന്നിനും പ്രലോഭിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് എത്തും. ഇദ്ദേഹത്തിന് എത്രയോ അധികാര സ്ഥാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടാകാം, എല്ലാത്തിനും മാറി മറ്റു പലതുമായിട്ട്. അങ്ങനെ എത്രയോ ഓഫറുകൾ ഉണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത ഇതിലേക്ക് മാത്രമായിട്ട് ഈ ജ്ഞാനബോധ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതൊന്നും വരുന്നില്ല. അവിടെയാണ് അദ്ദേഹം അതിന് ജീവിതം തന്നെ പകരം കൊടുക്കേണ്ടി വന്നിട്ട് അദ്ദേഹം ഇതിൻ്റെ ഈ സിറുൽ അക്ബറിന്റെ ആദ്യത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആദിമ മഹത് ഗ്രന്ഥം, ഉപനിഷത്തുക്കളെ കുറിച്ച് അദ്ദേഹം ഉറപ്പിച്ചു പറയാണ്, ഈ ആദിമ മഹത് ഗ്രന്ഥം സത്യത്തിന്റെ പ്രവാഹമാണ്, ഏകദൈവാനുഭവത്വത്തിന്റെ സാഗരമാണ്, വിശുദ്ധ ഖുർആനിന്റെ ആധ്യാത്മ പൊരുളുകളുമായി ഏറ്റവും യോജിച്ച് നിൽക്കുന്നതാണിത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ആധ്യാത്മ പൊരുൾ അത്ര കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് രണ്ടും യോജിക്കുന്നു എന്ന് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുറഹ്മാൻ ചിശ്തിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മിർആത്തുൽ ഹഖായിഖ് എന്നാണ് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനത്തിന്റെ പേര്. മിർആത്തുൽ ഹഖായിഖ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിന്റെ ദർപ്പണം എന്നാണ്, അതിന്റെ കണ്ണാടിയാണ് മിർആത്തുൽ ഹഖായിഖ്.
അപ്പൊ ആ കണ്ണാടിയിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം പിന്തുടരുന്ന ഇബ്നുൽ അറബിയുടെയും മൊഹീദ്ദീൻ ഷെയ്ഖിന്റെയും ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലുള്ള വഹദത്തുൽ വജൂദ് എന്ന ആശയത്തെ അദ്ദേഹം ആ ആശയത്തിലൂടെ ഖുർആനികമായി അദ്ദേഹം നോക്കിയപ്പം ഈ ഭഗവത്ഗീതയിൽ പറയുന്ന ഈ സത്തിനെ എളുപ്പം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് ആ പേര് കൊടുക്കുന്നത്. അദ്ദേഹം വലിയ സൂഫി ഗുരുവാണ്, ഗുരുക്കന്മാർ. അത് സാധാരണ പൗരോഹിത്യ ഇസ്ലാമിന് മനസ്സിലാക്കാത്ത ഒന്നാണ് എന്നേ ഉള്ളൂ. അങ്ങനെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ജ്ഞാന വഴി അധ്യാത്മ അന്വേഷികൾക്ക് എല്ലാ കാലത്തും, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ സൂക്ഷ്മമായിട്ട് ജ്ഞാനത്തിലേക്ക് പോകുന്നു. നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വിജയിച്ച രാഷ്ട്രീയക്കാരുടെയും യോദ്ധാക്കളുടെയും കഥകൾ മാത്രമാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുക. വളരെ കുറച്ച് മാത്രമാണ് ഇത്തരം ജ്ഞാന വഴികളിലൂടെ സഞ്ചരിച്ചവരെ നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം അതിലങ്ങ് മറഞ്ഞു കിടക്കും, ഒളിഞ്ഞു കിടക്കും. ആ മറഞ്ഞും ഒളിഞ്ഞും കിടക്കുന്ന ഈ ജ്ഞാനധാരയെ ഉൾക്കൊണ്ട് ഇപ്പോൾ ഉപനിഷത്തുകളെ തന്നെ ഇതെത്താൻ ഇപ്പോൾ സുൽത്താനേറ്റ് ഭരണം മുതൽ അതുപോലെ തന്നെ അതിനുശേഷം മുഗളന്മാർ, ഇങ്ങനെ പല അധികാര വഴികളിലൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു രാജകുമാരന് വേണ്ടി വന്നത് കണ്ടെത്താൻ, കണ്ടെത്തി അതിനെ പരിഭാഷപ്പെടുത്താൻ, അതിന് ലോകത്തിന് കൊടുക്കാൻ, ആ വഴികളിലൂടെ എത്രയോ ഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കാൻ, ഇതെല്ലാം ഇതിൻ്റെ ഒരു വളരെ ദൈവികമായ ഒരു രീതിയാണ്. അപ്പോൾ ആ ജ്ഞാനബോധത്തെ, ആ ജ്ഞാന വഴിയെ അത്രമേൽ ഉള്ളം കൊണ്ട് നുകർന്നവന് മാത്രമുള്ളതാണ്. അവർ അത്തരം അന്വേഷികൾ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ വഴികളിലൂടെ അവർ അതിൻ്റെ ബോധ്യത്തിലേക്ക് എത്തുകയും ആ ബോധ്യത്തെ പകർന്നു നൽകുകയും ചെയ്യും. ഈ ദാരാ ഷുക്കോവന് ഏതാണ്ട് ഒരു 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു വലിയൊരു സൂഫിയായിരുന്നു, പേർഷ്യയിൽ ജീവിച്ച സൂഫിയായിരുന്നു മഹ്മൂദ് ഷബിസ്തരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 1240 ഏതാണ്ട് റൂമിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ ഇപ്പോൾ സിറുൽ അസ്റാർ സിറുൽ അക്ബർ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു മഹത് ഗ്രന്ഥമുണ്ട്. അതിൻ്റെ പേര് ഗുൽഷനെ രാസ് എന്നാണ്. ഗുൽഷൻ എന്ന് പറഞ്ഞ ഉദ്യാനമാണ്, രാസ് എന്ന് പറഞ്ഞ രഹസ്യമാണ്, രഹസ്യങ്ങളുടെ ഉദ്യാനമാണ്. നേരത്തെ പറഞ്ഞ ഈ ജ്ഞാന രഹസ്യമാണ് ഉപനിഷത്തുക്കൾ. ഈ ജ്ഞാനത്തിൻ്റെ രഹസ്യം, ഈ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും അറിയാൻ കഴിയാത്തത് എന്നതല്ലല്ലോ. രഹസ്യം എന്നത് അതിന് ആരാണോ അതിൻ്റെ അവകാശി, യഥാർത്ഥത്തിൽ അറിയേണ്ടവരാണോ അവരുടെ മുമ്പിൽ മാത്രം തുറക്കപ്പെടുന്നതിനെയാണ് നമ്മൾ രഹസ്യം എന്ന് പറയുന്നത്. എല്ലാ രഹസ്യങ്ങളും അങ്ങനെയാണല്ലോ. പൊതുവായിട്ട് അത് മറക്കപ്പെട്ടിരിക്കും, അദൃശ്യമായിരിക്കും. പക്ഷെ അതിലേക്ക് എത്തുന്നവന് അതിൻ്റെ വഴിയുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നലെ ഖുർആനിലെ ഒരു സൂക്തത്തെ ഉദ്ധരിച്ചത്, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ എന്ന് പറഞ്ഞത്. അവൻ ലാഹിറാണ്, പ്രത്യക്ഷനാണ്, അതേസമയം അതുപോലെ തന്നെ എന്താണ്, അദൃശ്യനുമാണ്. ആരുടെ മുന്നിലാണ് പ്രത്യക്ഷനാകുന്നത്? ഈ ആരുടെ മുന്നിലാണോ വെളിപ്പെടേണ്ടത് അവരുടെ മുന്നിൽ മാത്രം വെളിപ്പെടുന്നവൻ, അതാണ് ലാഹിർ എന്നത്. ആരുടെ മുന്നിലാണോ മറഞ്ഞിരിക്കേണ്ടത് അവരുടെ മുന്നിൽ അത്രയും മറഞ്ഞിരിക്കുന്നവനുമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ രഹസ്യം എന്ന് പറഞ്ഞത്. ഈ രഹസ്യങ്ങളുടെ ഈ ഉദ്യാനത്തിൽ മഹ്മൂദ് ഷബിസ്തരി പറയാണ്, നമ്മൾ പറയുന്ന ഈ തത്വമസിയുടെ സൂക്ഷ്മ അംശത്തെ ആ പേർഷ്യയിലിരുന്ന് ഈ ജ്ഞാനം ആ സമയത്ത് 1240കളിലൊന്നും ഉപനിഷത്തുക്കളോ ഇത്തരം ജ്ഞാനങ്ങളൊന്നും പേർഷ്യനിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടില്ല. 1240 അപ്പോൾ ഇതിന് ശേഷമാണെങ്കിൽ ഇതിൻ്റെ സാമ്യം ഉണ്ടാവും. ഇപ്പോൾ മൻസൂറുൽ ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം സിന്ധിലും ഗുജറാത്തിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് യോഗികളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബോധത്തിലേക്ക് എത്താൻ ഈ ജ്ഞാനധാര സഹായിച്ചിട്ടുണ്ട് എന്ന് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ തലത്തിൽ അവിടെ തന്നെ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വഴിയിൽ അദ്ദേഹം പറയണേ, അദ്ദേഹം ചോദിക്കാൻ, എന്താണ് ഞാനും നീയും എന്ന് പറയുന്നത് എന്താണ്? വെറും ജാലകങ്ങൾ മാത്രം, നമ്മൾ വെറും ജനലുകൾ മാത്രമാണ്. വിളക്കുമാടത്തിൽ നിന്ന് വരുന്നത് ഒരേ ഒരു വെളിച്ചം, ആ വിളക്കുമാടത്തിൽ നിന്ന് വരുന്നത് ഒരേ ഒരു വെളിച്ചമാണ്. ഞാനും നീയും എന്നത് വെറും ജാലകങ്ങൾ മാത്രമാണ്. ഞാനും നീയും ഒരു മറ. ഭൂമിക്കും ആകാശത്തിനുമിടയിലെ ഈ മറ നീക്കിയാൽ ലോകത്തുള്ള സർവ്വധർമ്മങ്ങളുടെയും പൊരുൾ ഒന്നെന്ന് നിനക്കറിയാനാകും. ആ മറ നീങ്ങണം. അതാണ് ദാരാ ഷുക്കോവിനെ സംബന്ധിച്ച്. ആ മറ നീങ്ങുന്നവന് മാത്രമേ ആ ഞാനും നീയും എന്ന ആ പ്രകാശജാലകത്തിൻ്റെ അകത്തൂടെ അവിടെ ഇട്ടിരിക്കുന്ന മറ, ഞാനെന്ന മറ നീങ്ങിയാൽ അവിടെ ആ പൊരുൾ അറിയാൻ പറ്റും. എല്ലാ ധർമ്മങ്ങളുടെയും പൊരുൾ ഒന്നെന്നറിയാനാകും. നീയും ഞാനും നിലനിൽക്കാത്ത വിധം മറ നീങ്ങിയാൽ പിന്നെ നീയും ഞാനും നിലനിൽക്കാത്ത വിധം എപ്പോഴാണോ മറ നീങ്ങുന്നത് അവിടെ പിന്നെ പറയണം, ഈ മസ്ജിദും ഈ സിനഗോഗും ഈ ദേവാലയങ്ങളും എല്ലാം പിന്നെ എന്തർത്ഥമാണുള്ളത്?
ആ ഞാനും നീയും എന്ന മറയുള്ളിടത്തോളം കാലം മാത്രമാണ് ഇതെല്ലാം അനിവാര്യമായിരിക്കുന്നത്. ഗുൽഷൻ റാസൽ അദ്ദേഹം പറയാം, ആ ബോധം ഇതിനപ്പുറത്തേക്ക് എത്തിക്കൊണ്ടുപോകുന്ന ആ തലത്തെ ഏകമായിരിക്കുന്ന പരമമായ ആ ഏകതയെ, ഏകം സത് വിപ്ര ബഹുധാ വദന്തി, പല ഭാഷയിൽ പല ബോധത്തിൽ പല കാഴ്ചയിൽ കാണുകയാണ്, പല ആംഗിളിലാണ് കാണുന്നത്. ഒരു രത്നത്തെ, ആ രത്നം അത്രയും വശങ്ങളുള്ള ഒരു രത്നത്തിലേക്ക് പ്രകാശം അടിക്കുമ്പോൾ ഓരോ വശത്തു നിന്ന് നോക്കുമ്പോൾ അതിന് ഓരോ ഷേപ്പായിരിക്കും. ഏകമായ രത്നമാണ്. ആ പ്രകാശത്തിൻ്റെ പൂർണ്ണതയിൽ കാണുന്നവനെ, ആ ജാലകത്തിനപ്പുറം കാണുന്നവർക്ക് മാത്രമേ അത് ഏകമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആ ഏകതയെ പ്രഘോഷിക്കുക എന്നതാണ് ഈ ജ്ഞാനികളും ആത്മജ്ഞാനികൾ അത്രയും എല്ലാ ധാരയിലുള്ള ആത്മജ്ഞാനികളും, അത് സൂഫിസമാകട്ടെ, യോഗയാകട്ടെ, സെന്നാകട്ടെ, വേദാന്തികളാകട്ടെ, ഹസിദിസുകളാകട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിസ്റ്റിക്കുകളാകട്ടെ, എല്ലാ മിസ്റ്റിസിസത്തിൻ്റെ ആഴങ്ങളിലും ആ ഏകതയാണ് പ്രഘോഷിച്ചത്. ആ ഏകതയിലേക്ക് മാത്രമാണ് അത് കൊണ്ടുപോയത്. ആ ഏകതയെ ബോധ്യപ്പെടുത്താനാണ് ഈ ഇന്നലെ പറഞ്ഞ ആ നൃത്തം. ആ നൃത്തത്തിലൂടെ നിങ്ങൾ കറങ്ങിക്കൊണ്ട് ആ നൃത്ത പൂർണ്ണതയിൽ നിങ്ങൾ എന്താവുക, ആ നൃത്ത പൂർണ്ണതയിൽ എല്ലാം അതിൽ അലിഞ്ഞു പോയിട്ട് ആ ശുദ്ധശൂന്യതയെ അനുഭവിക്കുക എന്നുള്ളതാണ്. അവിടെ അനുഭവിക്കുന്ന ഒരു ധ്യാനാത്മകമായ ഒരു ശുദ്ധശൂന്യതയുണ്ട്. ആ ധ്യാനാത്മകമായ ശൂന്യതയിൽ മാത്രമാണ് അതിനെ അനുഭവിക്കാൻ സാധിക്കുക. അത് അനുഭവിക്കണമെങ്കിൽ മൗലവി ദർവീഷുകൾ അതിനെ സമ എന്ന് പറയുന്നത്. ആ സമായുടെ സദസ്സിൽ ഒരു സവിശേഷതയുണ്ട്. അവരിങ്ങനെ ഒരു വെളുത്ത വസ്ത്രം അണിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു ജാക്കറ്റ് ഇടും. ആ ജാക്കറ്റ് ഇട്ടിട്ട് ഒരു ഗുരു അതിലുണ്ടാവും, ഒരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ കൈ പിടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ നൃത്തത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഈ കറുപ്പ്, അതൊരു പ്രതീകമാണ്. ഐഹികതയുടെ എല്ലാത്തിനെയും ആ ജാക്കറ്റ് അങ്ങ് ഊരിക്കളഞ്ഞിട്ട് ആ വെള്ള വസ്ത്രം മാത്രം ഇട്ടിട്ട് അതിലൂടെ അങ്ങനെ ആ പ്രകാശത്തിന് ചുറ്റും ഇങ്ങനെ വലയം വെക്കുകയാണ് ആ കേന്ദ്രമായിരിക്കുന്ന ഗുരു. എന്നിട്ട് ഒരു കൈ ആകാശത്തേക്കും മറുകൈ ഭൂമിയിലേക്കും ഇങ്ങനെ പിടിക്കും. അപ്പോൾ പറയും, ഈ ഒരു കൈയുടെ ഈ കൈവെള്ളയിൽ ഗുരുവിൻ്റെ മുഖമാണ് ദർശിക്കേണ്ടതെന്നറിയാം. ആ ഗുരുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. ഏതൊരു സമയത്താണോ ആ ദർശനം ഗുരുവിൻ്റെ മുഖത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത്, ആ സമയം അവർ നിലത്ത് വീണു പോകുന്നതെന്ന് പറയാം. അപ്പോൾ അത്ര സൂക്ഷ്മമായി ആ മുഖത്തേക്ക് മാത്രം ഇങ്ങനെ കേന്ദ്രീകരിക്കണം നമ്മുടെ കണ്ണുകൾ. ആ മുഖം മാത്രം ദർശിക്കണം. അങ്ങനെ ദർശിച്ചിട്ട് കറങ്ങിയിട്ട് എന്താണ്, ഏതൊരു നിമിഷം അത് ആ കാഴ്ച നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നോ ആ സമയത്ത് അത് വിട്ടുപോകും. അതുകൊണ്ട് ആ കാഴ്ച വിടാതെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നജ്മിൽ 17-ാമത്തെ ഒരു സൂക്തമുണ്ട്. അതിൽ പ്രവാചകൻ പറഞ്ഞതായിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്. മാ സാഗൽ ബസറു വമാ ത്വഗാ എന്നാണ് അത് പറയുന്നത്. അതായത് കണ്ണുകൾ ഒരിക്കലും തെറ്റാതിരിക്കുക, തെറ്റാത്ത കണ്ണുകൾ ആ ദൈവികതയുടെ ആ പ്രകാശത്തിൽ നിന്ന്, ആ പ്രകാശ സാന്നിധ്യത്തിൽ നിന്ന് ഒരു നിമിഷം പോലും തെറ്റാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനെക്കുറിച്ചിട്ട് റൂമി മസ്നവിയിൽ പറയാണ്, ഗുഫ്ത് മാ സഈം ഹംജൂൻ സഅന മസ്തസബ്ബീം മസ്തബാവന എന്ന് പറയാണ്. പ്രാണനാഥനിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണ് തെറ്റാതിരിക്കുന്നവർ, കണ്ണ് തെറ്റാത്തവരാണ് നമ്മൾ ഒരിക്കലും ആസക്തിയോടെ പറക്കുന്ന കാക്കകളല്ല. പലതിലേക്കും ഒന്നിലേക്ക് പറന്ന് മറ്റൊന്നിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന കാക്കകളല്ല. ആ പ്രാണനാഥനിൽ നിന്ന് ഒരു നിമിഷം പോലും കണ്ണ് തെറ്റാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഈ പ്രാപഞ്ചികതയുടെ സർവ്വതിനും പ്രണയവർണ്ണം നൽകിയവനിലാണ്. ഇന്നലെ നമ്മൾ രാധയെക്കുറിച്ച് പറഞ്ഞു. രാധ പറഞ്ഞത്, ആ കൃഷ്ണവർണ്ണത്തിൽ ഞാനങ്ങ് അതിലങ്ങ് നിറം മാറിപ്പോയിരിക്കുന്നു. ഇതുപോലെയാണ് ആ വർണ്ണത്തിൽ ആരാണോ സബ്ബാവിയും വർണ്ണം നൽകുന്നവനാരോ, ഈ പ്രാപഞ്ചികതയുടെ സർവ്വ ഉദ്യാന പുഷ്പങ്ങൾക്കും വർണ്ണം നൽകിയവനാരോ, ആ വർണ്ണം നൽകിയവനിൽ മാത്രം കാഴ്ച കണ്ണ് ഉടക്കിയവനാണ് ഞാൻ. അല്ലാതെ ആ വർണ്ണത്തിലല്ല. ഈ പ്രാപഞ്ചികതയിലുള്ള പല വർണ്ണങ്ങളും പല സുഗന്ധങ്ങളും പല ഭാവഭേദങ്ങളുമുള്ള ഈ ലോകത്തിൻ്റെ ഭൗതികതയുടെ പ്രാപഞ്ചികതയിൽ അതിൽ മയങ്ങിപ്പോയവനല്ല ഞാൻ. ആരാണോ അതിനെല്ലാം വർണ്ണം നൽകിയത്, ആ പരമമായ വർണ്ണം നൽകിയവനാരോ, അവനിൽ മാത്രം നിന്നുപോയ ഹൃദയമാണ് എൻ്റെത്. അതുകൊണ്ടാണ് മാ സാഖൽ ബസറു വമാ ത്വഗാ എന്ന് പറയുന്നത്. ഒരു നിമിഷം പോലും അതിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല.
അവിടെ ആ വൃത്തനൃത്തത്തെ കുറിച്ചിട്ട് റൂമി പറയാണ്, വരിക ഈ വൃത്തനൃത്തത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മാവായവനെ. ഓരോ മനുഷ്യനും ഈ നൃത്തത്തിൻ്റെ ആത്മാവാരാണോ അതിൻ്റെയും ആത്മാവായവനാണ്. ഈ ഭ്രമണ നൃത്തത്തിന് ഉദ്യാനത്തിൽ ചലിക്കുന്ന സൈപ്രസ് മരമേ, ഓരോ അന്വേഷിയെയും വിളിക്കുകയാണ്, നീ വരിക. ആരുടെ കാലിനടിയിലാണോ പ്രകാശത്തിൻ്റെ അരുവി പ്രവഹിക്കുന്നത്? വൃത്തനൃത്തത്തിൻ്റെ ആകാശപഥത്തിൽ ആരിലാണോ 1000 താരകങ്ങൾ കൺമിഴിക്കുന്നത്? വൃത്തനൃത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഇരു ലോകത്തെയും നീ പുറത്തു വെച്ച് നൃത്തമാടുക. ഇതാണ് സൂഫികൾ പറയുന്നത്. മോസസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ബൈബിളിലും ഖുർആനിലും പറയുന്നത്. ആ ദൈവികതയുടെ ആ ദൈവപ്രകാശത്തിലേക്ക് സംസാരിച്ച ആൾ, ദൈവത്തോട് സംസാരിച്ച ആളാണെന്നാണ് ഈ സെമിറ്റിക് ധാരയിൽ പറയുന്നത്. കലീമുല്ലാഹി മൂസ എന്ന് പറയും. അങ്ങനത്തെ ആ മൂസ പ്രവാചകൻ ആ ദൈവികതയുടെ ദർശനത്തിന് വേണ്ടി പോയപ്പോൾ നീ നിന്റെ 2 ചെരുപ്പുകളും അഴിച്ചു വെക്കുക. അതാണ് പറഞ്ഞത്, നിന്റെ ഇരു ലോകത്തെയും നീ നിന്റെ ഉള്ളിലുള്ള ലോകത്തെയും നിന്റെ പുറം ലോകത്തെയും, അല്ലെങ്കിൽ ഐഹികതയെയും പാരത്രികതയെയും, മനുഷ്യനെ ആ പല വിശ്വാസധാരയിൽ 2 ആയിട്ടുള്ളത്, ഇതിനെ മുഴുവൻ നീ പുറത്തു വെച്ചിട്ട് ഈ നൃത്തത്തിലേക്ക് പ്രവേശിക്കുക. ആ നൃത്തം തന്നെ ആ പരമനൃത്തത്തിലേക്ക്, ഇന്നലെ പറഞ്ഞത്, ആ നർത്തകൻ നൃത്തത്തിൽ ഇല്ലാതാകുന്ന നിമിഷത്തെ, ആ ധ്യാനപൂർണമായ ആ നിമിഷത്തിലേക്ക് നിനക്ക് അവിടെ പൂർണ്ണമായിട്ടും എത്താൻ പറ്റും. അവിടെ മാത്രമേ നിനക്ക് എത്താൻ പറ്റുള്ളൂ. അതെത്താനുള്ള വഴിയെയാണ് മസ്നവിയിലൂടെ റൂമി ഇങ്ങനെ പറഞ്ഞത്. ഈ മസ്നവിയിൽ ആദ്യത്തെ 18 ഇരടികൾ കഴിയുമ്പോൾ ആ 18 ഇരടികൾ തുടങ്ങുന്ന വരി ബെഷ്നു എന്നും അത് അവസാനിക്കുന്ന വരി സലാം എന്നുമാണ്. ബെഷ്നു എന്ന് പറഞ്ഞാൽ കേൾക്കുക. നീ എന്തിനാണ് കേൾക്കേണ്ടത്? നിന്റെ വിശ്രാന്തിയെ, നീ എവിടെയാണോ ആ ശാന്തിയിലെത്തുന്നത്, നിന്റെ ശാന്തിയെ നീ കേൾക്കുക. ഈ ഇതിലെത്രയും ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ വാക്കുകൾ, ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും പറയും ഓരോ അധ്യായത്തിൻ്റെയും. അപ്പോൾ അത് ചേർത്ത് വെച്ച ചിലപ്പോൾ ധർമ്മം എന്നായിരിക്കും കേട്ടോ. ആ ധർമ്മത്തെയാണ് അത് മുഴുവനായിട്ടും പറയുക. അതുപോലെ ഈ സലാം എന്ന് പറയുന്ന നിന്റെ അകമയുള്ള പൂർണ്ണ വിശ്രാന്തിയെ നീ അനുഭവിച്ചറിയുക. അവിടെ പറയുന്ന ഒരു രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. മസ്നവിയിൽ ഒരു രാജാവിൻ്റെയും ഒരു അടിമ പെൺകുടിയുടെയും കഥയുണ്ട്. ഇത് വളരെ പ്രശസ്തമായ കഥയാണ്. സാധാരണ പരിഭാഷകളിലൊക്കെ കഥ മാത്രമായിട്ടാണ് നമ്മൾ അറിയുക. എന്തിനാണ് ആ കഥ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഈ രാജാവ് ഒരിക്കൽ വേട്ടയ്ക്ക് പോയ സമയത്ത് ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അതിൽ അനുരക്തനായതോട് കൂടിയിട്ട് രാജാവ് ആ പെൺകുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആജ്ഞാപിക്കുകയും കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് അതേസമയം മറ്റൊരു സ്വർണ്ണപ്പണിക്കാരനായ ഒരാളുമായിട്ട് അഗാധമായ പ്രണയത്തിൽ പെട്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരിക്കലും രാജാവിലേക്ക് തിരിയാൻ കഴിയുന്നില്ല. അങ്ങനെ തിരിയാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? രാജാവ് ഒരുപാട് ഈ പെൺകുട്ടി രോഗിയായി മാറി. ഇദ്ദേഹത്തിലേക്ക് തിരിയാതെ ആ സ്വർണ്ണപ്പണിക്കാരനെ കുറിച്ചുള്ള ഓർമ്മയിൽ, അതിനോടുള്ള വല്ലാത്ത വാഞ്ചയിൽ രോഗിയായി മാറുകയും ഈ രോഗിയായ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ ഒരുപാട് ഭിഷഗ്വരന്മാർ വരികയും പല ചികിത്സകൾ ചെയ്തിട്ടും അത് ഫലിക്കാതെ പോവുകയും ചെയ്യാൻ. അങ്ങനെ ഫലിക്കാതെ പോയ സമയത്ത് പിന്നീട് ഒരു ദിവ്യനായ ഭിഷഗ്വരൻ വരികയാണ്. ഒരു സൂഫിയായ ജ്ഞാനിയായ ഭിഷഗ്വരൻ വന്ന് അദ്ദേഹം ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട്, നാടി പിടിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. ഓരോ സ്ഥലത്തെക്കുറിച്ചും സംസാരിച്ച് എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ ഇന്ന നാട്ടിൽ ഇന്ന സ്ഥലത്തിരിക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയിൽ ഇത് പെട്ടെന്ന് ആരോഗ്യം വരികയും ആ കാര്യത്തെ മനസ്സിലാക്കി ആ ആളെ അവിടെ നിന്ന് കൊണ്ടുവരികയും ചെയ്യാൻ. കൊണ്ടുവന്നതിന് ശേഷം ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു വിഷച്ചാറ് ഈ മനുഷ്യനെ കുടിപ്പിക്കുകയാണ്, ഈ സ്വർണ്ണപ്പണിക്കാരനെ കുടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോയിട്ട് ഒടുവിൽ അദ്ദേഹം ഒന്നും കാണാൻ പറ്റാത്ത അത്രയും മൃതമാവുകയും ആ മൃതമായതോടുകൂടി ഇതിനോടുള്ള എല്ലാ താല്പര്യവും ഈ പെൺകുട്ടിക്ക് ഇല്ലാതാവുകയും ആ പെൺകുട്ടി രാജാവിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന കഥയാണ്. സാധാരണയായിട്ട് ഗുരു നിത്യചൈതന്യതി നല്ല മനോഹരമായ ഭാഷയിൽ അത് മലയാളത്തിൽ ആ കഥയെ വളരെ രസകരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന വരികളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അത്രയും ഈ കഥ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്തൊരു കഥയാണ്, ഒരു മനുഷ്യനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്നു, ഇത് ചെയ്തു. പക്ഷെ ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ ഈ രാജാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനുഷ്യനിലെ അവൻ്റെ ബോധപ്രകാശത്തെയാണ്, നമ്മുടെ അകമേയിരിക്കുന്ന ബോധപ്രകാശമാണ്. ആ ബോധം അതിന് മനസ്സിനോട് പ്രിയമുണ്ടാവുകയാണ്. മനസ്സിന് കീഴ്പ്പെട്ടു പോവുകയാണ് ഈ ബോധം. ഈ മനസ്സ് പെട്ടുപോകുന്നത് അതിൻ്റെ ഇച്ഛകളിലാണ്.
ഗുരുക്കന്മാർ പറയുന്നത് ദേഹേച്ഛകളിലാണ്, ദേഹകാമനകളിലാണ്. ഈ കാമനകളോട് പ്രിയമാണ്. ഈ മനസ്സാകുന്ന പെൺകൊടിക്ക് കാമനകളാകുന്ന ആ സ്വർണ്ണപ്പണിക്കാരനോടാണ് പ്രിയം. അവിടെയാണ് ഈ ഗുരു വരുന്നത്. ഗുരു വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഇച്ഛകളെ ഇല്ലാതാക്കുകയാണ്. ഇച്ഛകളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിന് പറ്റുന്ന വിഷച്ചാറ് കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പലപ്പോഴും ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സാധാരണ സാധകർക്ക് പല പരിശീലനങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ പരിശീലന ഘട്ടത്തിലൂടെ കൊണ്ടുപോയിട്ട് ആ ദേഹേച്ഛയുടെ അവസ്ഥയിലിരിക്കുന്ന നഫ്സുൻ അമ്മാറ എന്നാണ് സൂഫികൾ പറയുക, മനസ്സിന്റെ പല ഘട്ടങ്ങൾ, ഏറ്റവും താഴെയുള്ള ഘട്ടം. അതിനെ എന്താക്കും? അതിനെ പൂർണ്ണമായിട്ട് മൃതമാക്കി മാറ്റും. ആ മൃതമാക്കി മാറ്റുമ്പോൾ മാത്രമേ ഈ മനോതലം യഥാർത്ഥത്തിൽ മെല്ലെ ഇതിലേക്ക് തിരിയുള്ളൂ, ആ ബോധപ്രകാശത്തിലേക്ക് തിരിയുള്ളൂ, തൻ്റെ ആത്മാവിലേക്ക് തിരിയുള്ളൂ. ആത്മാവിലേക്ക് തിരിയുമ്പോൾ പിന്നെ ആ മനസ്സ് പൂർണ്ണമായിട്ടും അതിന് വിധേയപ്പെടും. അതുകൊണ്ട് ആ ദേഹേച്ഛകളുടെ ഒരു തലത്തുനിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മുക്തനായവന് മാത്രമേ ആ ദൈവികതയുടെ കാഴ്ചയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്ന് ഗുരുക്കന്മാർ, അത് മസ്നവിയിൽ പല ഭാഗത്തും അതിങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ മസ്നവിയിൽ പറയുന്ന വളരെ പ്രസിദ്ധമായ മറ്റൊരു കഥയുണ്ട്. ഒരിക്കലൊരു പേർഷ്യൻ കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരനെ മനുഷ്യന് വളരെ ഓമനിച്ച് വളർത്തിയ ഒരു തത്ത ഉണ്ടായിരുന്നു. ആ തത്തയെ ഇങ്ങനെ ഓമനിച്ച് വളർത്തിയ ആ മനുഷ്യൻ ഒരിക്കൽ ഹിന്ദുസ്ഥാനിലേക്ക് വരികയാണ്, ഹിന്ദുസ്ഥാനിലേക്ക് വ്യാപാര ആവശ്യത്തിന് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള തത്തയോട് ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് കൊണ്ടുവരേണ്ടത്? ഹിന്ദുസ്ഥാനിലേക്ക് പോകുമ്പോൾ തത്തയോട് സംസാരിക്കുന്ന ഈ വ്യാപാരി ചോദിക്കാം. അപ്പം തത്ത പറഞ്ഞു, കുറച്ച് ആലോചിച്ചതിന് ശേഷം തത്ത പറഞ്ഞു, എനിക്ക് അവിടെ പിന്നെ സ്വതന്ത്രരായി വിഹരിക്കുന്ന തത്തകൾ ഉണ്ടാവും ഹിന്ദുസ്ഥാനിൽ. അവരോട് പോയിട്ട് എൻ്റെ അനുഭവം പറയും, ഞാനിവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു തത്തയുണ്ട്, എൻ്റെ അന്വേഷണം അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹിന്ദുസ്ഥാനിലെത്തി. ഹിന്ദുസ്ഥാനിൽ ഒരു താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ തത്തകൾ ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തത്തകൾക്കിടയിൽ പോയിട്ട് അവരോട് പറയാണ്, എൻ്റെ വീട്ടിലൊരു തത്തയുണ്ട്, ആ തത്ത നിങ്ങളോട് ഞാൻ കൂട്ടിലാക്കി വളർത്തിയാണ്, ഞാൻ അത്രയും ഓമനിച്ച് വളർത്തുന്ന തത്തയാണ്, നിങ്ങളോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞ സമയത്ത് തന്നെ ഈ തത്തകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തത്ത പെട്ടെന്ന് ആ നിമിഷം തന്നെ അങ്ങ് ചത്തു വീഴുക ചെയ്തു. അതങ്ങ് ചത്തു വീണപ്പോൾ ഇയാൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല, ഭയങ്കര വിഷമായി. കാരണം ഈ തത്തയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഈ തത്ത അപ്പം തന്നെ ചത്തത്? അദ്ദേഹം വളരെ വിഷാദത്തോടു കൂടി തിരിച്ചു വരികയും വീട്ടിലെത്തിയപ്പോൾ തത്ത ചോദിച്ചു, വിവരങ്ങൾ അന്വേഷിച്ചു, നിങ്ങൾ അവിടെ പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ ഭയങ്കര വിഷമായി, കാരണം അവിടെയുള്ള ആ തത്തക്കൂട്ടത്തിൽ പോയിട്ട് നിന്റെ കഥ പറഞ്ഞപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു തത്ത അപ്പം തന്നെ ചത്ത് വീണു എന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഈ കൂട്ടിലുണ്ടായിരുന്ന തത്തയും ആ നിമിഷം തന്നെ ചത്ത്. അപ്പോൾ ഇയാൾ ആകെ പ്രയാസപ്പെട്ട് ഭയങ്കരമായ വിഷമം, കാരണം അത്രയും ഓമനിച്ച് വളർത്തിയ തത്തയാണ്. ആ തത്ത ഇങ്ങനെ ആയിപ്പോകുന്ന അദ്ദേഹത്തിന് ഇങ്ങനെ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാതെ കുറേ നേരം കരഞ്ഞൊക്കെ ഇരുന്നിട്ട് അവസാനം അദ്ദേഹം ആ കൂട് തുറന്ന് ആ തത്തയുടെ ജഡമെടുത്ത് പുറത്തേക്കിട്ട്. ആ പുറത്തേക്കിട്ട നിമിഷം തത്ത അങ്ങ് പറന്നുപോയി. അപ്പൊ ഗുരു പറയുന്നത്, ഈ സാധാരണ വേദാന്തികളൊക്കെ പറയുന്ന ഒരു പ്രയോഗം തന്നെ, ചത്ത തത്തയാവുക എന്ന് പറയും. ഈ കൂട് പൊളിക്കണമെങ്കിൽ, ഈ ദേഹമാകുന്ന ഈ ദേഹകാമനകളുടെ കൂടിനപ്പുറം ദൈവികതയുടെ ആകാശത്തിലേക്ക് പറക്കണമെങ്കിൽ ആദ്യം നിന്റെ നഫ്സാകുന്ന, നിന്റെ ആ മനസ്സാകുന്ന, നിന്റെ ദേഹേച്ഛയാകുന്ന തത്തയെ കൊല്ലപ്പെടേണ്ടതുണ്ട്. അതാണ് ഈ കൂട്ടിലുള്ള തത്ത എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ദേഹത്തിനകത്തിരിക്കുന്ന ദേഹിയുടെ ആത്മപ്രകാശത്തെയാണ് പറയുന്നത്. ആ പ്രകാശത്തിലൂടെ ദൈവികതയുടെ ആകാശത്തേക്ക് പറക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഇത് ഇല്ലാതാക്കണം. സൂഫികൾ അതിനെ മൂത്തു ഖബല അൻ തമൂത്തു എന്ന് പറയും, ഡൈ ബിഫോർ യു ഡൈ, മരിക്കുന്നതിന് മുമ്പേ മരിക്കുക. ആ മരിക്കാനുള്ളൊരു പാകപ്പെടുത്തലാണ് ആധ്യാത്മികത എത്രയും. അതുകൊണ്ടാണ് ഗുരുവിന് മുന്നിലുള്ള ആ സമർപ്പണത്തിൽ അത് മുഴുവനും അങ്ങ് വിട്ടു കൊടുക്കുന്നത്. എന്താണ്? അതങ്ങ് ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അത് പാകപ്പെടുത്തുന്നത്. അങ്ങനെ പാകപ്പെടുത്തിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ പിന്നെ അതിനപ്പുറം പറക്കാൻ സാധിക്കുള്ളൂ. ആ പറക്കാനുള്ള വഴികളെയാണ് ഗുരു ഇതിലൂടെ പറഞ്ഞു തന്നത്. ഇതുപോലത്തെ പല കഥകൾ ഈ ഭാരതീയ ഗുരുക്കന്മാർ, ഇപ്പൊ രാമകൃഷ്ണ പരമഹംസനാവട്ടെ, രമണ മഹർഷിയാവട്ടെ, ഇതുപോലത്തെ ഗുരുക്കന്മാർ ശിഷ്യരോട് പലപ്പോഴും പറഞ്ഞ കഥകൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഷിർദി സായിബാബയുടെ ഒക്കെ കഥകൾ, അദ്ദേഹത്തിനൊക്കെ ആ സൂഫി പാരമ്പര്യത്തിൽ ഇങ്ങനെ വളരെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. കഥകളിലൂടെ, ഉപമകളിലൂടെ ഇങ്ങനെ കൃത്യതയോടെ കാണിച്ചു കൊടുക്കുകയാണ് എന്താണ്
എങ്ങനെയാണ് ഈ ബോധപരിണാമം സംഭവിക്കുന്നത്, എവിടെയാണ്? വളരെ കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ, വളരെ നിസ്സാരമാകുമെന്ന് തോന്നുന്ന കഥകളിലൂടെ ആയിരിക്കും പലപ്പോഴും പറയുക. ആ കഥകൾ ചിലപ്പോൾ ആ പറയുന്ന ഒരൊറ്റ കഥ ആ ബോധത്തെ മാറ്റി തീർക്കുന്നതാണ്. അതുകൊണ്ടാണ് റൂമിയെ കുറിച്ചിട്ട് ഓഷോ പറയുന്നുണ്ട്, റൂമിയുടെ വാക്കുകൾ, റൂമിയുടെ കവിതകളെ കുറിച്ച് പറയാം, ഇറ്റ് ഈസ് നോട്ട് എൻ്റർടൈൻമെൻറ്റ്, ഇറ്റ് ഈസ് എൻലൈറ്റൻമെൻറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ ഒരു കവിത വായിക്കുമ്പോൾ വിചാരിക്കും അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, പക്ഷെ അതല്ല, അതൊരു എൻലൈറ്റൻമെൻറ്റ് തന്നെയാണ്. ഒരു ബോധത്തെ തന്നെ പ്രകാശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇത്തരം ഗുരുക്കന്മാരുടെ വചനങ്ങൾ. ഗുരു നിത്യചൈതന്യതി പറയായിരുന്നു, അദ്ദേഹം 40 വർഷത്തോളം അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ അദ്ദേഹം ഏത് സ്ഥലങ്ങളിലൊക്കെ പോയോ അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഈ മസ്നവി ഉണ്ടാകും. റെയ്നോൾഡ് നിക്കൾസൺ എന്ന് പറഞ്ഞ വലിയ ഒരു യൂറോപ്യൻ ഓറിയൻ്റലിസ്റ്റാണ് അതിനെ ഏറ്റവും നന്നായി പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു, എപ്പോഴും അത് എടുത്ത് ഇങ്ങനെ നോക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അങ്ങനെ ഈ മസ്നവിയുടെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ സാധാരണ മതത്തിൻ്റെ, പൗരോഹിത്യ മതത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരുപാട് വിശ്വാസങ്ങളും വിചാരങ്ങളും ഉണ്ട്. ആ വിചാരങ്ങൾക്കപ്പുറത്ത് രസകരമായ ഒരു കഥ മസ്നവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുത്രനെ പോലെ കൊണ്ട് നടന്ന ഒരാളാണ് സെയ്ദ് എന്ന് പറഞ്ഞാൽ. സെയ്ദിനെ സംബന്ധിച്ച് ഒരുപാട് പല തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഇതിൽ. പക്ഷേ സെയ്ദിൻ്റെ ആധ്യാത്മ തലത്തെ ഈ മസ്നവിയിലൂടെ പോകുമ്പോഴാണ് പ്രവാചകന്റെ ഏറ്റവും അടുത്ത സഹചാരികളായിരുന്ന ആളുകൾ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവരെല്ലാം ആധ്യാത്മ വ്യക്തിത്വങ്ങളാണെന്ന് മനസ്സിലാകുന്നത്. ഈ ആധ്യാത്മികതയുടെ തലം നമ്മൾ കാണുമല്ലോ. ഇത് രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ, അധികാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും നമ്മൾ ചരിത്രത്തിൽ വായിക്കപ്പെടുന്നത്. എല്ലാ ഘട്ടത്തിലും അങ്ങനെ ആയിരിക്കും. ഈ ആധ്യാത്മികത മറഞ്ഞു പോകും, അതുകൊണ്ട് തന്നെ അത് കൂടുതൽ വരില്ല. പക്ഷെ മസ്നവിയിൽ ഇതിനെല്ലാം ഏറ്റവും വലിയ ആധ്യാത്മ വ്യക്തിത്വമായിട്ട് പ്രവാചകനെ റൂമി പറയുന്നത് അതിൻ്റെ ആധ്യാത്മ സ്വരൂപത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അത് സൂഫികൾക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്നതാണത്. എന്നിട്ട് പറയാം, സെയ്ദ് ഒരിക്കൽ സെയ്ദ് എന്ന ശിഷ്യൻ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്കിനി സഹിക്കാൻ വയ്യ, ഞാൻ ഈ യാഥാർത്ഥ്യമൊക്കെ പുറത്ത് പറയാൻ പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അല്ലേ, നിയമങ്ങളുടെയും നിർണയങ്ങളുടെയും രീതികൾക്കപ്പുറത്ത് അതിൻ്റെ സത്യത്തിൻ്റെ പൊരുളുമോട് മനസ്സിലാക്കിയിട്ട് പറയാം. ഞാനിത് പറയട്ടെ ആളുകളോട്, ഇതൊന്നുമല്ല ഇപ്പം ഈ കാണുന്ന പുറത്ത് കാണുന്ന ഇതൊന്നുമല്ല യാഥാർത്ഥ്യമൊന്നും, ഇതിനുള്ളിലിരിക്കുന്ന കളി എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഞാനിത് വിളിച്ചു പറയട്ടെ എന്ന് സെയ്ദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പറയാണ്, ഇല്ല, നിന്റെ കുതിരയെ നീ പിടിച്ചു കെട്ടെ, നീ അത് പുറത്ത് പറയാൻ പാടില്ല. നീ പുറത്ത് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു ക്രമമുണ്ട്, ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സ്, നേരത്തെ പറഞ്ഞ ആ മുൾവേലിയുടെ ഒരു ഇടമുണ്ട്. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചവർക്ക് പ്രശ്നമില്ല, പക്ഷെ മുൾവേലിക്ക് ഇപ്പുറത്തിരിക്കുന്നവരെ അവരെ കൃത്യമായ നിർണയങ്ങളിലൂടെ, കൃത്യമായ ലിമിറ്റേഷനിലൂടെ അതിൽ തന്നെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും. അവർക്ക് അകത്ത് കയറിയിട്ടുമില്ല, പുറത്ത് നിന്നിട്ട് അവരാകെ പെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നീ കൃത്യമായി നിന്റെ നാവിനെ സൂക്ഷിക്കണം. ഒരു പ്രവാചക ശിഷ്യൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമർ തടഞ്ഞതിനെ കുറിച്ച്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നൊരു വാക്കുണ്ട്. ആരാണോ ആ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം പറഞ്ഞു പൂർത്തീകരിച്ചത്, ആരാണോ അത് സാക്ഷാത്കരിച്ചത്, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാം. അപ്പോൾ ഹസ്രത്ത് ഉമർ അതിനെ തടയുന്നുണ്ട്, ഇത് പറയരുത് എന്ന് പറഞ്ഞിട്ട്. ആ സാക്ഷാത്കാരത്തിൻ്റെ വഴിയെ സാമാന്യ ലോകത്തിന് മനസ്സിലാകുന്നല്ല. അപ്പോൾ ആ സാമാന്യ ലോകത്തിന് അതിൻ്റെതായ നിയമങ്ങളും നിർണയങ്ങളും അതെല്ലാം കൊടുത്തിട്ട് തന്നെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ പാകപ്പെടുത്തേണ്ടതിനെ കുറിച്ചിട്ട് ഇതിൽ കൃത്യമായിട്ടും മസ്നവിയിൽ ഈ സെയ്ദിൻ്റെ സംഭവത്തിലൂടെ ഗുരു ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അതുപോലെ ഈ പൊരുളറിഞ്ഞ ആളുകൾ ആ രഹസ്യത്തെ പങ്കുവെക്കുകയും അതറിയാത്തവർക്ക് പകരാതിരിക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കുകയും ചെയ്തൊരു ലോകമാണ് സൂഫി ലോകം, സൂഫികളുടെ ലോകം. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ട് തലത്തിൽ തന്നെ നിന്നു പോയത്. ഈ ഗൗസി ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരു ഉണ്ടായിരുന്നു, ഹൈദരാബാദിൽ ജീവിച്ച ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് പോലും അത് പറയാൻ ഭയമാണ്. കാരണം അത്രയും ഏകതയെ പ്രകാശിപ്പിക്കുന്ന വരികൾ. അദ്ദേഹം പറയുന്നുണ്ട്, മേരി ഫനാഹെ ബഖാ ഹേ മുജ്മേ നൂറെ ഖുദാ, എൻ്റെ ഫന, ഞാൻ ആ ദൈവികതയിൽ പൂർണ്ണമായും അലിഞ്ഞില്ലാതായിരിക്കുന്നു. ആ ഇല്ലാതാകുന്നതിൻ്റെ ഒരു പ്രയോഗമാണ് ഫന എന്ന് പറയുന്നത്. അത് തന്നെയാണ് എൻ്റെ ബാക്കിയാകൽ, ഞാൻ ദൈവികതയിൽ മാത്രം ബാക്കിയായിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ഹേ മുജ്മേ നൂറെ ഖുദാ, എൻ്റെ അകത്താണ് ഈ ദിവ്യപ്രകാശമുള്ളത്.
എന്നിൽ തന്നെയാണുള്ളത്. നമ്മൾ ഭഗവത്ഗീതയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാം എന്നിൽ നിന്നുള്ളതാണ്, എൻ്റേത് തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ. അപ്പൊ ഹേ മുജ്മേ നൂറേ ഖുദാ, അതിനുശേഷം പറയാം മേ മുസ്ക ആയിന ഹൂം വോ ഹേ ആയിന മേരാ, ഞാൻ അവൻ്റെ കണ്ണാടിയാണ്, അവൻ എൻ്റെയും കണ്ണാടിയാണ്. ഞാൻ അവൻ്റെ കണ്ണാടിയാണ്, അവൻ എൻ്റെയും കണ്ണാടിയാണ്. യഹി ഹേ രാസ് മെരാ, ഇതാണ് എൻ്റെ രഹസ്യം. ഒരു മനുഷ്യൻ്റെ രഹസ്യം എന്തോ അത് മുഴുവനായിട്ട് ഒരൊറ്റ വാക്കിൽ പറയാണ്. ഒരു ഗുരുവിന്, ഒരു സൂഫി ബോധപ്രാപ്തനായ ഒരാൾക്ക് മാത്രം പറയാൻ പറ്റുന്നതാണ് യഹി ഹേ രാസ് മെരാ, ഞാൻ അവൻ്റെ കണ്ണാടി, അവൻ എൻ്റെ കണ്ണാടി. ഈ കണ്ണാടി മാത്രമാണ് ഉള്ളത്. ഈ കണ്ണാടിയുടെ രഹസ്യത്തിൽ ഈ പ്രാപഞ്ചികതയുടെ രഹസ്യം അത്രയും അടങ്ങിയിട്ടുണ്ട് എന്ന് ഗുരുക്കന്മാർ പറയാറുണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഭഗവത്ഗീതയും മസ്നവിയും കൂടി ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്തെ അർജുന വിഷാദ യോഗം, അതുപോലെ തന്നെ ഈ മസ്നവിയുടെ ആദ്യത്തെ 18 ഈരടികൾ പുല്ലാങ്കുഴലിൻ്റെ വിലാപം എന്നാണ്. അതൊരു വിലാപമാണ്, വിഷാദമാണ്. ഈ വിഷാദത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഒരു അന്വേഷിയുടെ, ഒരു ജിജ്ഞാസുവിൻ്റെ ആദ്യ ഘട്ടത്തെയാണ് ഈ ഗുരുക്കന്മാർ ഇതിലൂടെ പകർന്നു തന്നത്. അങ്ങനെ ആ ഘട്ടത്തിൽ ആ വിഷാദത്തിൻ്റെയും ഘട്ടത്തിൽ നിന്നും വിരഹത്തിൻ്റെ ഘട്ടത്തിൽ നിന്നാണ് പിന്നീട് ഒരു മനുഷ്യൻ അവൻ്റെ പ്രണയത്തിലേക്ക്, അവൻ്റെ ഒരു സാക്ഷാത്കാര വഴിയിലേക്ക് പിന്നെ സഞ്ചരിക്കുന്നത്. ആ പ്രണയം ഉണ്ടാകുന്നത് ആ വിരഹത്തെ അറിഞ്ഞവന് മാത്രമാണ് പ്രണയത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. അവൻ മാത്രമാണ് ദൈവികതയെ, ദൈവത്തെ ഒരു ഭയത്തിൽ നിന്നുള്ള ഒരു തലത്തിൽ നിന്ന് മാറി ഒരു സ്നേഹത്തിലേക്ക് പരിവർത്തിക്കപ്പെടുക. അങ്ങനെ സ്നേഹത്തിലേക്ക് പരിവർത്തിച്ചാൽ മാത്രമേ ദൈവത്തെ ആ ഒരു പ്രണയഭാജനമായി അനുഭവിക്കാൻ സാധിക്കൂ. ഓഷോ പറയുന്നുണ്ട്, ലോക ചരിത്രത്തിൽ ഇപ്പോൾ സൂഫികൾ മാത്രമാണ് ഈ ദൈവത്തെ പ്രണയിനി എന്നൊരു കോൺസെപ്റ്റിൽ, ബിലവഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നെന്ന് ഓഷോ പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രണയിനി എന്നൊരു സ്ത്രൈണ ബിംബത്തിൽ അതിനെ പറയും. ലൈല എന്ന് പറയും. ലൈല എന്ന് പറയുന്നത് ഒരു നാടോടി കഥയിലെ ഒരു എന്താണ്, ഒരു പ്രണയിനിയുടെ പേരാണ്. ഒരുപാട് ആ ലൈലയെ മസ്നവിയിലെ റൂമി പറയുന്നുണ്ട്, എത്രയോ ഭാഗത്ത് പറയുന്നുണ്ട്. ലൈല ഒരു ഭ്രാന്തനായ കൈസ് ലൈലയെ പ്രേമിക്കുകയാണ്. അപ്പൊ കൈസിനോട് ചോദിച്ചു, രാജാവ് പറഞ്ഞു, നീ അത്രയും പ്രണയിച്ച് നടക്കുന്നുണ്ടല്ലോ ഈ ലൈലയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാണോ ലൈല, നീ ഇത്രയും പാട്ടുപാടി നടക്കുന്ന, ഇത്രയും വലിയൊരു ദേവിയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ലൈല ഇതാണോ? ഇത് എൻ്റെ അന്തഃപുരത്തിലെ ഏറ്റവും തോഴിമാരെക്കാൾ കുറവാണല്ലോ, കാണാൻ കൊള്ളാത്ത ആളാണല്ലോ. അപ്പോൾ ആ കൈസ് പറയുന്നുണ്ട്, കൈസിനെ മജ്നു എന്ന് പറയാം, ഉന്മാദിയായ കൈസ് പറയുന്നുണ്ട്, അത് കാണണമെങ്കിൽ എൻ്റെ ഈ കണ്ണിലൂടെ നോക്കണം. നിങ്ങളുടെ കണ്ണിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ലൈലയുടെ സൗന്ദര്യം കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് ഗുരുക്കന്മാർ പറഞ്ഞത് ഓരോ ശിഷ്യനും ആ ശിഷ്യന്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ അവരുടെ ഗുരുവിൻ്റെ സൗന്ദര്യം കാണാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ ഏറ്റവും മഹത്തരമായി പ്രഘോഷിക്കുന്ന നമ്മുടെ ഗുരു വേറൊരാൾക്ക് നോക്കുമ്പോൾ എന്തുണ്ടാവില്ല, അതിൻ്റെ സൗന്ദര്യം അയാൾക്കത് കാണാൻ കഴിയില്ല. കാരണം എന്താ, നമ്മുടെ കണ്ണ് കൊണ്ട് നോക്കാനുള്ള കാഴ്ച അദ്ദേഹത്തിൻ്റെ കണ്ണിന് ആ കാഴ്ചയില്ല. ഇതാണ് ഓരോന്നിൻ്റെയും രഹസ്യം. അതിൽ റൂമി പറയുന്നതാണ്. എന്നിട്ട് ആ സ്ഥലത്ത് മസ്നവിയിൽ മറ്റൊരു കഥ റൂമി പറയുന്നുണ്ട്. അത് ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹം ഒരുപാട് ഭാഗത്തിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കടന്നു പോയിട്ടോ. ഗവർണർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത്രയും ആഴത്തിലുള്ള വായനയും അതിനെക്കുറിച്ചുള്ള ഒരു മനനവും ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായൊരു കഥയുണ്ട്. വളരെ കുറച്ച് ഇതിലേ പറഞ്ഞിട്ടുള്ളൂ. മസ്നവിയിൽ വളരെ രസകരമായിട്ട് പറയുന്നുണ്ടത്. ഒരിക്കൽ ഈ മൂസ പ്രവാചകൻ അദ്ദേഹം ഭയങ്കര ഒരു ആധിപത്യ സ്വരമുള്ള വളരെ കർക്കശക്കാരനായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കാർക്കശ്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ആ മൗണ്ട് സീനായിലേക്ക് ഇങ്ങനെ പോവുകയും അങ്ങനെ വരികയും ആളുകളൊക്കെ നോക്കുകയും എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ആളുകളൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ്. എപ്പോഴും കയ്യിൽ ഒരു വടിയുണ്ടാകും, അതൊക്കെ ആയിട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും പേടിയാണ് മോസസിനെ. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു വഴിയിലൂടെ പോകുമ്പോഴാണ് ഒരു ചെറിയൊരു കുടിലിൽ നിന്ന് ഒരു ആട്ടിടയൻ, ഒരു ഷെഫേർഡ് ആട്ടിടയൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്. അദ്ദേഹം പറയാം, ദൈവമേ, നീ എന്നാണ് എൻ്റെ അടുത്തേക്ക് വരിക? നീ എൻ്റെ അടുത്ത് വന്നാൽ, നീ നാളെ വന്നാൽ, നീ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നിൻ്റെ മുടി ചീകി തരാം, ഞാൻ നിൻ്റെ പേനെടുത്ത് തരാം, നിന്നെ ഞാൻ പല്ല് തേപ്പിച്ച് തരാം, നിനക്ക് ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് നിന്നെ ഞാനിങ്ങനെ തിരുമ്മിത്തരാം. ഇങ്ങനെ ഓരോന്നും ഒരു കുഞ്ഞിനോട് എങ്ങനെയാണോ ഒരമ്മ പറയുന്നത്, അത്രയും സ്നേഹമായ ഒരമ്മ പറയുന്നത്, അതുപോലെ അത്ര പ്രിയത്തോടെ ഇങ്ങനെ പറയാണ്. അപ്പം ഇത് കേട്ട് മൂസ വന്നിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇത് മോസസ് ആണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അയാൾ ആകെ
ഇങ്ങനെ കിടുങ്ങി വരച്ചു എന്ന് പറഞ്ഞു. നീ എന്താണ് വിചാരിച്ചത്? അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നീ എന്താ വിചാരിച്ചത്? നിന്റെ ഈ ഇഷ്ടത്തിന് വഴങ്ങുന്ന ആളാണെന്നാണ്. ഇതുപോലെ നീ പേനെടുക്കാനും മുടി ചീകി കൊടുക്കേണ്ട ആളാണോ ദൈവം? അങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ആ സംസാരം കേട്ടപ്പോൾ തന്നെ ഇയാളങ്ങ് കിടങ്ങി വരച്ചിട്ട് കരയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാലിൽ വീണിട്ട് മാപ്പ് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാനത് പറയൂല, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്, പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂസ ഇങ്ങനെ മൗണ്ട് സിനായിലെത്തി. അങ്ങനെ പെട്ടെന്നൊരു അശരീരി കേൾക്കുകയാണ്. മൂസ, നീ എൻ്റെ പ്രിയനെ എന്തിനാണ് വേദനിപ്പിച്ചതെന്ന് ചോദിച്ചിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവനെ നീ വേദനിപ്പിച്ചു. അപ്പോൾ ചോദിച്ചു, ഞാൻ എന്ത് വേദനിപ്പിച്ചു? കേട്ടോ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ആ ആട്ടിടയൻ. ആട്ടിടയൻ പറഞ്ഞത് എന്നെ ഓർത്തിട്ടാണ്. ആട്ടിടയൻ്റെ ഹൃദയത്തിൽ എന്തോ അതാണ് ഞാൻ. എന്നെ നീ വേദനിപ്പിച്ചില്ലേ, എന്നെയാണ് നീ വേദനിപ്പിച്ചത്. അപ്പം മൂസ ആകെ മനസ്സിലായില്ല, കാര്യം മനസ്സിലാക്കാതെ ആകെ വല്ലാത്ത പ്രയാസത്തിൽ വിടുകയും വീണ്ടും ഈ ആട്ടിടയൻ്റെ വാതിലിൽ വന്ന് മുട്ടുകയും ചെയ്യണം. അപ്പോൾ ആട്ടിടയൻ കണ്ടപ്പോൾ ആട്ടിടയൻ വീണ്ടും ഭയപ്പെട്ടു. പറഞ്ഞു, ഞാൻ ഇത്തവണ മാപ്പ് പറയാൻ വന്നതാണ്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നു, നിന്നെ ഏറ്റവും പ്രിയമാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ മനുഷ്യന് പിന്നെ ഒന്നും ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ റൂമി പങ്കുവെക്കുന്ന ഒരു ദൈവസങ്കല്പമുണ്ട്. ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇതുവരെ സെമിറ്റിക് ധാരകൾ മനുഷ്യനെ പഠിപ്പിച്ച ഒരു ദൈവസങ്കല്പമുണ്ട്. ഇപ്പോൾ ഫ്രെഡറിക് നീച്ചയെ കുറിച്ചിട്ട് പറയാറുണ്ട്. നീച്ചെ ദൈവം മരിച്ചു എന്ന് പറഞ്ഞ ആളാണ്. ദൈവം മരിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ കൊന്നതാണെന്ന് അദ്ദേഹം അതിനെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. നീച്ചെ വളരെ രസകരമായ 20-ാം നൂറ്റാണ്ടിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മഹാചിന്തകന്മാരിലൊരാളാണ് ഫ്രെഡറിക് നീച്ചെ. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം വളരെ അതീന്ദ്രിയമായ ലോകത്തോടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആളാണ്. ആ 20-ാം നൂറ്റാണ്ടിലെ ചിന്തകന്മാർക്കൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ചിന്തയുടെ മഹാപ്രളയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യൻ്റെ ബോധത്തിൽ ഇങ്ങനെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നരകത്തെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ദൈവത്തെ, അത്രയും ക്രൂരനായ ഒരു ദൈവത്തെ പറഞ്ഞിട്ട് അത് മനുഷ്യൻ്റെ ബോധത്തിൽ കിടക്കുകയാണ്. ഇത്രയും ഒരാൾ ഭയങ്കര ക്രൂരനായിട്ട് ഒരു പരിധിക്കപ്പുറം നമ്മളോട് ക്രൂരത കാണിച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴും ചിന്തിക്കുക എങ്ങനെയാണ്, ഇയാൾ എങ്ങനെ പിറകിലൂടെ പോയിട്ട് ഇല്ലാതാക്കുന്നത്, ഡയറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നീശയുടെ ബുദ്ധി എന്താ ചെയ്തത്? പിറകിലൂടെ പോയി ദൈവത്തെ കൊല്ലേ രക്ഷയുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് ദൈവം മരിച്ചു, ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞതെന്ന് അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഓശോ പറയുന്നുണ്ട്. അപ്പോൾ ഈ നീശയെ ഏറ്റവും ബുദ്ധിപരമായും ദർശനപരമായും പിന്നെ ആഴത്തിൽ ചിന്തിച്ച, നേരത്തെ പറഞ്ഞ പിന്നെ ധാരാഷിക്കോവിനെ പോലെ എവിടെയാണ് ഈ വ്യഥ ഉള്ളിലുള്ള വ്യഥ അത്രമേൽ കൊണ്ടുപോയിട്ട് ചിന്ത കൊണ്ട് ചിന്തിച്ച് ഫിലോസഫിയുടെ അങ്ങേയറ്റം വരെ പോയിട്ട് എവിടെ നിന്നാണ് ഈ ശാന്തി അന്വേഷിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന് അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ദ സ്പൈക്ക് സരതുഷ്ട്ര എന്ന് പറഞ്ഞ പുസ്തകം ഏറ്റവും ഉന്നതമായി ഇപ്പോഴും വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. എത്രയോ ചിന്തകന്മാരങ്ങ് മാറ്റിത്തീർത്ത പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകത്തിൽ അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആ ശാന്തി ലഭിക്കാതെ അദ്ദേഹം ഒരു വല്ലാത്തൊരു ഉന്മാദിയായിട്ട് മരിച്ചു പോവുകയാണ്. ആ സ്ഥലത്ത് ഇദ്ദേഹം നീച്ചയെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇഖ്ബാൽ നീച്ചയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫ്രെഡറിക് നീച്ചയെക്കുറിച്ച് പറയുന്ന നല്ല രസമുള്ളൊരു വാക്കുണ്ട്. ഇഖ്ബാൽ കുറച്ച് മിസ്റ്റിസിസത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ആധ്യാത്മികത അറിയുന്ന ഒരു കവിയാണ്. അദ്ദേഹം പറയണം, അഗർ ഹോത്താ വോ മജ്ദൂബെ ഫിരംഗി ഇസ് ജമാനെ മേം തോ ഇഖ്ബാൽ ഉസ്കോ സംജാത്ത മഖാമെ കിബ്രിയ ക്യാ ഹൈ. അദ്ദേഹം പറയണം, ഈ കാലഘട്ടത്തിൽ ഇഖ്ബാൽ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് മഖാമെ കിബിരിയ എന്ന് പറഞ്ഞാൽ സൂഫികളുടെ ഔന്നത്യങ്ങളുടെ ഒരു അവസ്ഥ പ്രാപിച്ച സ്ഥലത്താണ് മഖാമെ കിബിരിയ എന്ന് പറയുക. അത് ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു. അത് അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അസ്വസ്ഥതയിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്രമാകുമായിരുന്നു. അത് കണ്ടതുകൊണ്ടാണ് ധാരാഷുക്കോവ് ആ ശാന്തിയിലണഞ്ഞത്. എത്രയോ അന്വേഷികൾ ശാന്തിയിലണഞ്ഞത്. ഇദ്ദേഹം തന്നെ, നീച്ചെ തന്നെ പറയുന്നത്, ഞാൻ ഒരുപാട് അലഞ്ഞു എന്നേക്കാൾ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കാണാൻ, എൻ്റെ ബോധത്തെ മാറ്റി തീർക്കാൻ കഴിവുള്ള ഒരാളെ കാണാൻ ഞാൻ അലഞ്ഞു, ഒരാളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഓശോ അതിന് പറയുന്നത്, ഇദ്ദേഹം ഇന്ത്യയിലായിരുന്നു ജനിച്ചതെങ്കിൽ അദ്ദേഹം ഒരു 2ാം ബുദ്ധനാകുമായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും പൊട്ടൻഷ്യലുള്ള ഒരാളാണ് നീച്ചെ. അപ്പോൾ അത്തരം ആളുകളെ ഈ അന്വേഷികളായ മനുഷ്യർക്ക് അവർക്ക് ശാന്തി നൽകണം. അപ്പോൾ അതുവരെ പഠിച്ചു വെച്ച ബോധത്തിൻ്റെ സെമിറ്റിക് ദർശനങ്ങൾക്കപ്പുറത്ത് ഒരു സ്നേഹത്തിൻ്റെ
പ്രണയത്തിൻ്റെ ബോധത്തിൻ്റെ മാറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാകണം. ആ ബോധത്തിലേക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ് ഈ ദർവീശികളായിട്ട് ആളുകൾ പോകുന്നത്. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ അവധൂതന്മാർ, ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ ഇത്രയും മനുഷ്യർ എങ്ങനെയാണ് എത്തുന്നത്? ഈ ഭൗതികതയുടെ ഇത്രയും ലോകം ഇങ്ങനെ എല്ലാ സൗകര്യങ്ങൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ചില മനുഷ്യരിങ്ങനെ അവധൂതന്മാരായി പോകുന്നത്? ഇതെല്ലാ കാലഘട്ടത്തിലുള്ളതാണ് ഈ അവധൂതന്മാരുടെ ഒരു കഥ. എല്ലാ കാലത്തും ഈ അന്വേഷികളുടെ മനസ്സ് അത് പല തലത്തിലുണ്ടാവും. അവധൂതന്മാരെന്ന് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നവർ മാത്രമല്ല, അല്ലാത്ത ഒരുപാട് ആളുകൾ അല്ലേ ഉള്ളം കൊണ്ട് അവധൂതരായവരാണ്. അത്തരം ആളുകളാണ് ഇത്തരം ആശ്രമങ്ങളിലും ഇത്തരം സത്സംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്നതെന്ന് ഉള്ളം കൊണ്ട് അന്വേഷികളായ അനുരാഗികളായ അവധൂതന്മാരായ ആളുകളാണ്. കാരണം ഈ പുറത്തൊന്നുമല്ല യാഥാർത്ഥ്യം, പുറത്ത് പലതിലും അലഞ്ഞിട്ടും അതിലൊന്നും ശാന്തി ലഭിക്കാതെ ഉള്ളം പിന്നെയും അശാന്തമായി എന്തോ ഒരു ശാന്തിയുടെ ഒരു തീരം, ഒരു ശാദ്വലമായ തീരം എവിടെയോ ഉണ്ട്, അതിലേക്കാണ് ഞാൻ നടക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ലോകത്തു നിന്ന് ഓരോ നാടുകൾ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ശാന്തി അവിടെ ആയിരിക്കാം, ശാന്തി അവിടെ ആയിരിക്കാം സ്വാസ്ഥ്യം എന്നത്. ഒടുവിൽ റൂമി പറയുന്നത്, നിങ്ങളുടെ ഈ അലച്ചിലുകളെല്ലാം അവസാനിപ്പിക്കുക, എല്ലാ അലച്ചിലുകളും നിർത്തിയിട്ട് നിങ്ങൾ ഏറ്റവും ശാന്തിയുടെ തീരമായിരിക്കുന്ന നിന്റെ ഉള്ളകത്തിലേക്ക് നീ തിരിയൂ. എല്ലായിടത്തു നിന്നും അവിടേക്ക് തിരിയൂ. ഈ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന നോവൽ ഒടുവിൽ പറയുന്ന അതാണ്. അത് ഒരു സൂഫി കഥ അല്ലെങ്കിൽ ഒരു സെൻ കഥയിലൊക്കെ പറയുന്നതാണ്. ലോകം മുഴുവനും അലഞ്ഞിട്ട് ഒരു നിധി തേടി അലഞ്ഞിട്ട് ഒടുവിൽ താൻ എവിടെയായിരുന്നു ഉള്ളത് അവിടെ തന്നെ ആയിരുന്നു നിധി ഉള്ളത് എന്നറിയണം. ആ നിധി തന്നിൽ തന്നെയാണ് ആ നിധി എന്നറിയുന്ന ആ നിധിയിലേക്കുള്ള സഞ്ചാരികളെയാണ് സൂഫികൾ ദർവീഷുമാർ എന്ന് പറയുന്നത്. ഈ ഹിമാലയത്തിലെ അങ്ങനെ ദർവീശുകൾ അത്തരം അവധൂതന്മാരായ സന്യാസിമാർക്ക് ഈ സൂഫി അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ ദർഗയിൽ 40 ദിവസത്തെ ചില്ലക്കൊക്കെ വിടാറുണ്ട്. അപ്പോൾ ശ്രീ എമ്മിൻ്റെ ആ ഹിമാലയൻ ഗുരുക്കന്മാർക്കൊപ്പം പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ ബാബാജി 40 ദിവസം അജ്മീറിലേക്ക് വിട്ടത്. കാരണം ഇത് ആന്തരികമായൊരു കണക്ഷനാണ്. ഈ അവധൂതത്വത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാ ഭേദങ്ങളും തീരുകയാണ്. ഈ ഭേദങ്ങൾക്കപ്പുറം അവിടെ ഹിമാലയത്തിൽ ഇരുന്നിട്ട് ഈ സൂഫിയുടെ ദർഗയിൽ വന്നിരിക്കാൻ കഴിയുന്ന ഒരു ആന്തരികമായ ഒരു ബോധമുണ്ട്. ആ ബോധത്തെയാണ് പറയുന്നത്. അവിടെ ഇഖ്ബാൽ പറയായിരുന്നു, അദ്ദേഹം പരിന്തോക്കി ദുനിയാ ദർവീഷ് ഹുമേ, ഞാൻ ഈ പക്ഷികളുടെ ലോകത്തെ ഒരു ദർവീഷാണ്. ഞാൻ ചിന്ത കൊണ്ട് ഇങ്ങനെ ദർവീഷായിട്ട് അലയാണ്. കാരണം എപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. മേം ഷാഹീൻ ബനാത്ത നഹീമാ ഷിയാന. മേം ഷാഹീൻ, ഞാനൊരു രാജാളി പക്ഷിയാണ്, കൂടുണ്ടാക്കാത്ത രാജാളി പക്ഷി. മേം നഹീം ബനാത്ത ആഷിയാന. ഈ കൂടുണ്ടാക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും കൂടുണ്ടാക്കി ആ കൂടിനകത്ത് ഒളിക്കുന്നവരാണ്. ആ കൂടിനപ്പുറം ആകാശത്തേക്ക് പറക്കണമെങ്കിൽ ആ കൂടുണ്ടാക്കാതിരുന്നാലും പറക്കാൻ കഴിയുന്ന ആ ചിറകുകൾ ഉണ്ടാക്കണം, അതിനുള്ള കരുത്തുണ്ടാക്കണം. ആ കരുത്തും അന്വേഷണവും അതിലൊരിക്കലും നിൽക്കാൻ പറ്റാത്ത, പറന്നുകൂടാൻ കഴിയാത്തൊരു സംഗതി ഉണ്ടാകണം. റിച്ചാർഡ് ബാക്കിൻ്റെ ആ സീകളിനെ കുറിച്ച് പറയുന്ന കഥ, ആ സീകൾ എന്ന് പറയുന്ന കടൽ റാഞ്ചി പക്ഷിക്ക് അതിന് പറക്കാതിരിക്കാൻ പറ്റാതായി പോവാണ്. അങ്ങനെ പറക്കാതിരിക്കാൻ പറ്റാത്ത പക്ഷിയാണ് യഥാർത്ഥത്തിൽ ഓരോ അവധൂതനും, ഓരോ അവധൂത ഹൃദയം. ആ അവധൂത ഹൃദയമുള്ളവർ അവർ പറക്കുക തന്നെ ചെയ്യും, അവർ പറന്നുയരുക തന്നെ ചെയ്യും. അവരെല്ലാ സ്വർഗങ്ങളും അതിനു വേണ്ടി വിട്ടുകളയും. എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ വിടും. അതാണ് ബുദ്ധൻ ചെയ്തത്. സൂഫികളിൽ ഒരു ഇബ്രാഹിം അദ്ഹം എന്നൊരു സൂഫിയുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു രാജാവായിരുന്നു. അങ്ങനെ ആ ബോധം അങ്ങ് മാറിയപ്പോൾ അതിലേക്ക് അങ്ങനെ പോവുകയാണ്. ഈ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ഗുരു പറയുന്നുണ്ട്, 1000 സ്വർഗങ്ങൾ തന്നെ പകരം കൊടുക്കും ഒരൊറ്റ ദർശനത്തിന് വേണ്ടി. ആ പ്രണയഭാജനത്തിൻ്റെ ഒരു ദർശനത്തിന് വേണ്ടി സ്വർഗങ്ങൾ തന്നെ പകരം കൊടുക്കുന്നവനാണ് യഥാർത്ഥ അവധൂതൻ. ആ കൊടുക്കാൻ മാത്രം അവന് ശേഷി ഉണ്ടാകണം. ആ ഉള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ കഴിയൂ. ഭഗവത്ഗീതയുടെ 7-ാം ഭാഗത്ത് 25-ാമത്തെ ഒരു ശ്ലോകം ഇതിനോട് ചേർത്ത് ഇങ്ങനെ, കാരണം ഇത് ഈ എന്തുകൊണ്ടാണ് എല്ലാവരിലും ഇത് കാണാൻ സാധിക്കാത്തതെന്നും, ചില ആളുകൾ കാണുന്നവർക്ക് ആ മിന്നായം ലഭിക്കുന്നവർക്ക് ആ കുറഞ്ഞ സമയത്തെ മിന്നായമാണ്. ഇപ്പൊ അർജുനന് കൃഷ്ണനിലെ ആ ദിവ്യജ്വലനം, സൂഫികൾ അതിന് തെജല്ലി എന്ന് പറയാം, ആ ദിവ്യജ്വലനത്തിന്റെ ഒരു മിന്നായം കണ്ടിട്ടേ ഉള്ളൂ കൃഷ്ണനിൽ. അത് 1000 സൂര്യന്മാർ ഒന്നിച്ച് ജ്വലിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ഒറ്റ ജ്വലനം. ആ ജ്വലനത്തിന്റെ ഒരു മിന്നായം എവിടെയോ ഉള്ളത്തിൽ ലഭിക്കുന്നവരാണ് ഓരോ അന്വേഷിയും. അതുകൊണ്ടാണ് അവർ ആ
ആ തലത്തിലേക്ക് കിട്ടുന്നത്. ഈ മൗണ്ട് സീനായിൽ വെച്ചിട്ട് മോസസിന് ആ ദിവ്യജ്വലനത്തിൻ്റെ ഒരു അംശം കിട്ടിയപ്പോൾ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ പ്രകാശത്തിൻ്റെ ഭയങ്കര ശക്തി ഉണ്ടായിട്ട് സൂഫികൾ പറയുന്ന കഥയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരുപാട് തുണികൾ കൊണ്ട് കെട്ടി വെച്ചു എന്നാണ്. കാരണം എന്നിട്ടും പ്രകാശം പുറത്തേക്ക് പോകും. പ്രകാശം കാണുമ്പോൾ മറ്റൊരാൾ ആ പ്രകാശത്തിലേക്ക് നോക്കിയാൽ അവരുടെ കണ്ണുകൾ അന്ധമായി പോകുന്നവർ. അങ്ങനെ അന്ധമായി പോകുന്ന ഇതുള്ളതുകൊണ്ട് അത്രയും പിടിച്ചു വെച്ചു. പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സെഫോറ എന്ന് പറയുന്ന, ഹീബ്രുവിൽ സെഫോറ എന്ന് പറയും, അറബിയിൽ സഫൂറ എന്ന് പറയും, ആ ഭാര്യ ഒരിക്കൽ അറിയാതെ ഒരു കണ്ണ് മാത്രം തുറന്നു വെച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് ആ പ്രകാശത്തിലേക്ക് നോക്കി. ആ പ്രകാശം നോക്കിയപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൽ ആ കണ്ണ് അങ്ങ് അന്ധമായി പോവുകയും ചെയ്തു. പക്ഷെ ആ അനുഭവം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു ആനന്ദം അവർക്ക് മറക്കാൻ പറ്റുകയും ചെയ്തില്ല. അതൊന്ന് വിടാൻ പറ്റിയില്ല. അങ്ങനെ അവർ വീണ്ടും രണ്ടാമത്തെ കണ്ണുമായിട്ട് പോയിട്ട് അതും കൂടി നോക്കി. അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അവരോട് ചോദിച്ചതായിട്ട് ഗുരു പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു വിഡ്ഢിത്തമാണ് ചെയ്തത്, നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ അത്രയും സൂക്ഷിക്കേണ്ട ആളല്ലേ, നിങ്ങൾ ഈ ഒരു കണ്ണ് ആദ്യമേ അന്ധമായി, ഇപ്പം രണ്ടാമത്തെ കണ്ണും അന്ധമായി പോയല്ലോ എന്ന് പറഞ്ഞു. എനിക്കിതുപോലത്തെ 1000 കണ്ണുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഓരോ കണ്ണും ഞാനിങ്ങനെ നോക്കി ഞാൻ അന്ധമാക്കുമായിരുന്നോ എന്ന് പറയാണ് സഫൂറ. അപ്പോൾ അത്രയും ആ പ്രണയപ്രകാശത്തെ അർജുനൻ കൃഷ്ണനിൽ കണ്ട ആ പ്രകാശം, ആ ദിവ്യജ്വലനം, ആ തജല്ലി അതിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം കിട്ടുമ്പോൾ ആ ദർശനത്തിനായി ആശിക്കുന്ന അനുരാഗികൾ അതിലേക്ക് ഇങ്ങനെ നിരന്തരം നോക്കിക്കുകയാണ്. അതിന് ആ സ്ഥലത്തെയാണ് പിന്നെ ഗീതയിൽ പറയുന്നത്, നാഹം പ്രകാശ സർവസ്വ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാദി ലോകോ മാമജവ്യയം ജാനാനി. യോഗമായയാൽ സമാവൃതനായ ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനല്ല. ഈ മൂഢലോകം എന്നെ ജന്മരഹിതനും അനശ്വരനുമായി അറിയുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഈ മൂഢലോകത്തിന് ഈ അനശ്വരനായ അനാദിയായ ആ പ്രകാശത്തെ ദർശിക്കാനാവില്ല. ആ പ്രകാശത്തെ ഉള്ളം കൊണ്ട് തേടുന്ന ഹൃദയമുള്ളവർ അതിലേക്ക് ഇങ്ങനെ ആ കണ്ണ് അന്ധമാക്കാൻ തയ്യാറായിട്ട് പോവുകയാണ്. എല്ലാ കണ്ണുകളും അന്ധമാവുക എന്നൊരു പ്രതീകാത്മകമാണ്. ഈ ലോകത്തിന്റെ ബാഹ്യതയിലിരിക്കുന്ന കണ്ണുകളെല്ലാം വിട്ടു പോവാണ്. ഇതിനെ അബ്ദുറഹ്മാൻ ചിശ്തി ഖാജ ദിൽ മുഹമ്മദ് പരിഭാഷ പരിഭാഷ ചെയ്തിട്ട് മേം ചശ്മെ ജഹാൻ സെ നിഹാൻ ഹും നിഹാൻ മഗർ മുജ്കോ നാദാൻ സമജ് ലേ അയാൻ എന്ന് പറയുന്നുണ്ട്. ഇതന്നെയാണ് ഈ യോഗമായാൽ ഇങ്ങനെ മൂടി വെച്ചതാണ്. ആ മൂടി വെച്ചതിനപ്പുറത്തേക്ക് കാണാനുള്ള അത് തിരയാനുള്ള കണ്ണുകളുള്ളവർക്ക് മാത്രമാണ് അത് സാധിക്കുക. ശ്രീനാരായണ ഗുരു ജനനി നവരത്ന മഞ്ജരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കീലാലവായി വനല കോലാഹലം ഭുവനം ആലാഭമാത്രമഖിലം കാലാദിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടുമതിനാൽ ആരുമുള്ളതറിവീല ആഗമാന്ത നിലയെ. ഒരു ആ വാക്ക് തന്നെ എന്ത് രസമുള്ള ഒരു വാക്കാണ്. ലീലാപടം എന്ന് പറഞ്ഞാൽ കളിയാണ്. ആ കളിക്കുന്ന ഒരു മുഖംമൂടിയാണ്, ആ ലീലാപടമാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ സമാവൃതമായിരിക്കുന്നത്. ആ യോഗമായാൽ ആർക്കും മനസ്സിലാവില്ല. ആ കാലാദിയായ മൃദുനൂലാൽ നെയ്ത ഒരു ലീലാപടം കൊണ്ട് മൂടിയിരിക്കുകയാണ് ഭവതി. അതുകൊണ്ട് അത് കാണാൻ പറ്റാത്ത വിധം ഇങ്ങനെ ഇരിക്കുക. ആ കാണാൻ പറ്റാത്ത ആ യോഗമായാൽ മറഞ്ഞിരിക്കുന്ന ആ പ്രകാശം ഇങ്ങനെ മൂടി വെക്കപ്പെട്ടിരിക്കുന്നതിലേക്ക് ഇങ്ങനെ പോവാൻ അതിനൊരു ദർശനം കിട്ടുമ്പോൾ ആ ദർശനത്തിൽ നിന്ന് പിന്നെ കണ്ണെടുക്കാൻ സാധിക്കില്ല. അവിടെയാണ് പരിശുദ്ധ റസൂൽ പറഞ്ഞ എന്ന് പറയുന്നത്. എൻ്റെ കണ്ണ് മാറ്റാൻ പറ്റിയിട്ടില്ല, ഒരു നിമിഷം പോലും കണ്ണ് അതിൽ നിന്ന് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലൗകികതയുടെ ഈ പൂന്തോപ്പിലെ വർണ്ണരാജികളിൽ ഒരിക്കലും ഞാൻ അഭിരമിച്ചിട്ടില്ല. ഗുരു പറയാണ്, സർവ്വ ഉദ്യാനങ്ങൾക്കും തൻ്റെ പ്രകാശവർണ്ണം നൽകിയ പരമപ്രണയത്താൽ ഉന്മാദിയായവനാണ് ഞാൻ. എല്ലാ വർണ്ണങ്ങൾക്കും വർണ്ണം നൽകിയവനിലാണ് ഞാൻ ഉന്മാദിയായിരിക്കുന്നത്. ഒരു വർണ്ണം കൊണ്ടും എന്നെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണം. നേരത്തെ പറഞ്ഞ മഹമ്മൂദ് ഷബിസ്തരിയുടെ ഒരു കവിത കൂടി പറഞ്ഞിട്ട് ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹം പറയാണ്, നിന്റെ മിഴികൾക്ക് ജ്വലിക്കുന്ന സൂര്യനെ കാണാനുള്ള ശേഷിയില്ല.
നിന്റെ കണ്ണുകൾക്ക് ഒരിക്കലും ആ ജ്വലിക്കുന്ന സൂര്യനെ കാണാനുള്ള ശേഷിയില്ല. എന്നിട്ടും ഈ ജലത്തിൽ പ്രതിബിംബിച്ച് നിൽക്കും ആ മഹാസൂര്യന്റെ ജ്വലന പ്രകാശം നീ ദർശിക്കുന്നു അല്ലെ. നമ്മൾ സൂര്യനെ ദർശിക്കുന്നത് എങ്ങനെയാണ്? ആ സൂര്യന്റെ ജ്വലന പ്രകാശം ഡയറക്റ്റ് അല്ല, അതിന്റെ പ്രതിബിംബത്തിലൂടെയാണ് നമ്മൾ സൂര്യൻ അറിയുന്നത്. ആ വെയിലിലൂടെയാണ്, അല്ലെങ്കിൽ ആ പ്രകാശത്തിലൂടെയാണ് അറിയുന്നത്. ആയതിനാൽ പരമമായ ഉണ്മയുടെ പ്രകാശനം നിനക്ക് ആപേക്ഷിക ഉണ്മയിൽ ദർശിക്കാം. ആപേക്ഷിക ഉണ്മയിൽ മാത്രമേ ആ പരമമായ ഉണ്മയെ ദർശിക്കാൻ സാധിക്കൂ. അതാണ് ആ ഗുരുപ്രകാശത്തെ ഇങ്ങനെ പറയാണ്, ആ പ്രണയപ്രകാശത്തെ പ്രതിബിംബമായിട്ട് കാണിക്കുകയാണ് ഗുരുക്കന്മാർ. ആദ്യന്തം ഈ പ്രപഞ്ചം ഒരു കണ്ണാടിയാണ്. നേരത്തെ പറഞ്ഞ ആ കണ്ണാടി മിർഅത്തുൽ ഹഖായിഖ് എന്ന് പറഞ്ഞ ഒരണുവിൽ ഒരു 100 സൂര്യന്മാർ ഒളിഞ്ഞിരിക്കുന്നു. ഒരണുവിൽ ഒരു 100 സൂര്യന്മാർ ഒളിഞ്ഞിരിക്കുന്നു. ഒരു ജലത്തുള്ളിയുടെ ഹൃദയത്തെ നിനക്ക് സ്പർശിക്കാനാവുമെങ്കിൽ അവിടെ ഒരു 100 സമുദ്രങ്ങൾ കാണാം. ഒരു ജലത്തുള്ളിയിൽ ഒരു 100 സമുദ്രങ്ങളെ കാണാം. ഓരോ മൺതരിയിലും 1000 ജീവനുകളെ ദർശിക്കാം. ഒരു തുള്ളി ജലത്തിൽ ഒരു നൈൽ നദി മുഴുവനും കാണാം നിനക്ക്. ഒരു വിത്തിന്റെ ഹൃദയത്തിൽ 100 കൊയ്ത്തുകാലമുണ്ട്. ഒരു വിത്തിന്റെ ഹൃദയത്തിൽ തന്നെ 100 കൊയ്ത്തുകളുണ്ട്. ഒരു പ്രാണിയുടെ ചിറകിൽ ഒരു ജീവിത സാഗരം, ഒരു കൃഷ്ണമണിയിൽ ഒരാകാശം. ഹൃദയ കേന്ദ്രം എത്രമേൽ ചെറുതെങ്കിലും ഇരു ലോകങ്ങളുടെയും നാഥൻ അതിൽ വസിക്കുന്നു. ആ ഹൃദയത്തിലാണ്, എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇത് തന്നെയാണ് ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ എന്ന് സൂഫികൾ പറയും. ആ റഹ്മാൻ എന്നത് വാക്ക് തന്നെ പറയുന്നത് ഈശ്വരൻ എന്നതിൻ്റെ അറബി പ്രയോഗമാണ്. ബ്രഹ്മം എന്ന് പറയുന്നതിനാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അത് പരസ്പരം ആ അർശുർ റഹ്മാൻ ആയിരിക്കുന്ന അതിൻ്റെ സിംഹാസനം തന്നെ ഏതാണ്? നിന്റെ ഹൃദയമാണ്. ഇതെല്ലാം ഇങ്ങനെ ഇതിലത്രയും ഒരു ചിപ്പിക്കുള്ളിലെ ഒരു വെൺമുത്ത് പോലെ ഇങ്ങനെ അകമേ നിലകൊള്ളുകയാണ്. അപ്പൊ ഈ രഹസ്യത്തെ, ഇതിനകത്തിരിക്കുന്ന ഈ രഹസ്യതയെല്ലാം അതും മനസ്സിലാക്കുന്നത് ആ പ്രണയ സമർപ്പണത്തിലൂടെ മാത്രമാണെന്ന് റൂമി പറയാണ്. ആ പ്രണയ സമർപ്പണത്തിലൂടെ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ആ സമർപ്പണത്തിലാണ് ഈ രഹസ്യം. അതോടൊപ്പം അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഈ രഹസ്യം അത് അന്വേഷിക്കുന്നവർക്ക് മാത്രമേ പകരാവൂ. പലപ്പോഴും ആ രഹസ്യം അല്ലാത്തിടത്ത് എത്തിയപ്പോഴാണ് അത് വഴി തെറ്റിപ്പോയത്. ഇതിനെ ഉറുദുവിൽ ഖാജാ ദിൽ മുഹമ്മദ് ഒരു ഭാഗം കൂടി പറയുന്നുണ്ട്, യെ രാസ് ഉസ്സെ മത് കഹ്, ഈ രഹസ്യം നീ പറയരുത്. ആരോട്? ജോ സാഹിദ് നഹോ, അവൻ സാഹിദ് അല്ലെങ്കിൽ, അവനെല്ലാം വിടാൻ സന്നദ്ധനായ ത്യജിച്ചവനല്ലെങ്കിൽ അവനോട് നീ ഈ രഹസ്യം പറയരുത്. യെ രാസ് ഉസ്സെ മത് കഹ് ജെ ആബിദ് നഹോ, അവനൊരു അനുരാഗി അല്ലെങ്കിൽ ആ ദിവ്യാനുരാഗത്തിലേക്ക് ഉള്ളം കൊണ്ട് പ്രവേശിച്ചവനല്ലെങ്കിൽ അവനോട് നീ പറയരുത്. ഈ ഏകാനുഭവത്തിന്റെ രഹസ്യം ഈ ഇന്നലെ പറഞ്ഞ സർമദ്, ബാബാ സർമദ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരാച്ചാർ അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്ന രംഗത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ബിയാ ബിയാ കി തു ബഹാർ സൂറത്തേക്ക് മിയയി മൻ തുറാ ഹുഷ് മിഷാനസം എന്ന് പെർഷ്യനിൽ അപ്പോൾ പറയാണ്, നീ വാ, ആരാച്ചാരോട് പറയാ, നീ വാ, ഏത് വ്യാജവേഷത്തിൽ നീ വന്നാലും എനിക്ക് നിന്നെ അറിയാൻ കഴിയും. ആ പരമമായത് തന്നെയാണ് ആരാച്ചാറിന്റെ വേഷത്തിലും വരുന്നത് എന്നറിയുന്ന ഒരു അപാര ജ്ഞാനത്തിന്റെ ഒരു വിശ്രാന്തി ഉള്ളത്തിൽ ലഭിച്ചവന് മാത്രമേ ആ സമയത്ത് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. നീ ഏത് ഈ ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാം വ്യാജവേഷങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞ ആ യോഗമായാൽ സമാവൃതമായ ആ ലീലാപടം അണിഞ്ഞുകൊണ്ട് പല രൂപത്തിൽ പല വേഷത്തിൽ ഇങ്ങനെ നൃത്തമാടുകയാണ്, കളിയാടുകയാണ്. നമുക്ക് പൂർത്തിയാക്കാം. അവസാനമായിട്ട് മൗലാന റൂമിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥ, നമ്മൾ ആ ഏകതയെ പറയാൻ, ഇതെല്ലാം ഒന്നെന്ന് ബോധ്യപ്പെടുത്തുന്ന വളരെ സുലളിതമായ ഒരു കഥ റൂമി പറയുന്നുണ്ട്. ഒരിക്കലേ 4 ഭാഷയിലുള്ള ആളുകൾ മധ്യേഷ്യയിലെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. അവരിങ്ങനെ വളരെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ 4 ഭാഷക്കാരാണ് അവരിങ്ങനെ വന്നു. ഒരാൾ ഒരു അറബി ഭാഷക്കാരനാണ്, അറബിയാണ്. മറ്റൊരാൾ പേർഷ്യക്കാരനാണ്, മറ്റൊരാൾ തുർക്കിയിൽ നിന്നുള്ള ആളാണ്, വേറൊരാൾ ഗ്രീക്കുകാരനാണ്. അപ്പോൾ 4 പേരും ഇങ്ങനെ ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ വളരെ ഒരു യാത്രികരായിട്ടിരിക്കുന്ന ആളുകളാണ്. അവരിങ്ങനെ ഇരുന്ന സമയത്ത് അതിലൂടെ പോയ ഒരു സമ്പന്നനായ വ്യാപാരി ഇങ്ങനെ നടന്നു പോവുകയും ഇവരിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചു. അവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു തുക കൊടുത്തു. ഒരു 100 ദിനാർ കൊടുത്തു എന്ന് വിചാരിക്കും. അത് അവർക്ക് കൊടുത്തപ്പോൾ അവർ വാങ്ങിച്ചു. അതിലൊരാൾ വാങ്ങി. അങ്ങനെ വാങ്ങിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താണ് നമ്മൾ ഈ പൈസക്ക് എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ അറബിയായിട്ടുള്ള ആൾ പറഞ്ഞു, എനിക്ക് ഇനാബ് വേണമെന്ന് പറഞ്ഞു. പേർഷ്യക്കാരൻ പറഞ്ഞു, എനിക്ക് അങ്കൂർ മതി എന്ന് പറഞ്ഞു. തുർക്കി പറഞ്ഞു, എനിക്ക് ഉസൂം തന്നെ വേണമെന്ന് പറഞ്ഞു.
ഗ്രീക്കുകാരൻ പറഞ്ഞു എനിക്ക് എസ്താഫിൽ മതി. അങ്ങനെ 4 പേരും ഇത് സംസാരിച്ചിട്ട് പിന്നെ തർക്കമാണ്. ഒരാൾ പറഞ്ഞു എനിക്ക് ഉസൂം തന്നെ വേണം, മറ്റേ പറഞ്ഞു എനിക്ക് എസ്താഫിലെ പറ്റുള്ളൂ, മറ്റേ പറഞ്ഞു എനിക്ക് അങ്കൂർ വേണം, മറ്റേ പറഞ്ഞു എനിക്ക് ഇനാബ് വേണം. ഇതിനെ കുറിച്ച് അവർ തർക്കമാവുകയും അതൊരു ഒച്ചത്തിൽ സംസാരിക്കുകയും അവർ തമ്മിൽ പരസ്പരം അടിയാവുകയും ബഹളാവുകയും ആളുകൾ ചുറ്റും കൂടുകയും ചെയ്തു. ആ സമയത്താണ് ഈ 4 ഭാഷയിലും പ്രാവീണ്യം ഉണ്ടായിരുന്ന ഒരാൾ അവിടെ എത്തി, ഒരു ജ്ഞാനിയായ മനുഷ്യനെത്തി. അയാൾക്ക് അറബി അറിയാം, പേർഷ്യൻ അറിയാം, ടർക്കിഷ് ഭാഷ അറിയാം, അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷ അറിയാം. ഇതെല്ലാം കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പരിഹാരം ഉണ്ടാക്കാം, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ വാങ്ങിയിട്ട് ഈ 4 പേരെയും കൂട്ടിയിട്ട് ഒരു പഴക്കടയിൽ പോയി. ആ പഴക്കടയിൽ നിന്ന് ആദ്യത്തെ അറബിയായ മനുഷ്യന് ഇനാബ് വാങ്ങിക്കൊടുത്തു, മുന്തിരി എടുത്തു കൊടുത്തു. അദ്ദേഹത്തിന് വളരെ തൃപ്തനായി. രണ്ടാമത്തെ ആൾ പേർഷ്യക്കാരനും മുന്തിരി എടുത്തു കൊടുത്തു, അയാൾക്കും തൃപ്തിയായി. മൂന്നാമത്തെ ആള് തുർക്കി, അദ്ദേഹത്തിന് ഉസൂം കൊടുത്തു, അതും മുന്തിരി തന്നെ. 4-മത്തെ ആള് ഗ്രീക്കുകാരന് എസ്താഫിൽ കൊടുത്തു, അതും മുന്തിരി. 4 പേരും പറഞ്ഞ 4 ഭാഷയിൽ പറഞ്ഞത് ഒരേ മുന്തിരിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ തർക്കിച്ചു കൊണ്ടേയിരുന്നത്. പക്ഷെ ഭാഷ അറിയാത്തത് കൊണ്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയും കലഹിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ ഒരു വലിയ സമൂഹം ഉണ്ടാവുകയും ഈ സമൂഹങ്ങൾ അത്രയും പരസ്പരം കലഹിക്കുകയും യുദ്ധങ്ങൾ ചെയ്യുകയും നിരന്തരം ഈ ഭാഷയുടെ പേരിൽ പൊരുളറിയാതെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണ്. അവിടെ ഈ ഭാഷയുടെ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയാന്നുള്ളതാണ്. അതാണ് നമ്മൾ ധാരാഷുക്കോവനെ പറഞ്ഞത്, ഗുരുക്കന്മാരെ പറഞ്ഞത്. ഇവരിത് ഈ പല ഭാഷയിൽ പറയുന്നത് അത്രയും ഒന്നെന്ന ഏകതയെ ഉള്ളം കൊണ്ടറിഞ്ഞവരാണ്. ആ അറിവിൽ, ആ ഏകതയുടെ, ഏകാനുഭവത്തിൻ്റെ, ആ അദ്വൈതത്തിൻ്റെ, ആ തൗഹീദിൻ്റെ, ആ വഹ്ദത്തുൽ വജൂദിൻ്റെ, ആ ഏകാനുഭവത്തിൻ്റെ പ്രണയപൂർണതയിൽ എല്ലാം അലിഞ്ഞറിഞ്ഞൊഴിഞ്ഞ് അതിൽ ആയിരിക്കാനുള്ള അവസരം എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഏകതയെ പ്രകാശിപ്പിക്കുന്ന, ഏകതയെ കൂടുതൽ സംഗീതാത്മകമായി നമുക്ക് പകർന്നു തരാൻ പ്രിയ സുഹൃത്ത് സമീർ ബിൻ സിമാഷ് ഇവിടെ വരും. ആ ഗാനത്തോടു കൂടി നമുക്ക് ഇത് പൂർത്തീകരിക്കാം. അതിനുശേഷം ഈ വിഷയത്തിൽ എന്ത് കാര്യത്തിലും സംവദിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വിഷയമാണെങ്കിൽ നമുക്ക് ചോദിക്കാം, നമുക്ക് സംസാരിക്കാം. എല്ലാവരോടും നമസ്കാരം. പ്രത്യേകിച്ച് കൃഷ്ണൻ കർത്ത സാറിന് ഈ മധുവനത്തിലെ എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാത്തിനോടും 1000 നന്ദിയും പ്രണാമവും അർപ്പിക്കുന്നു. സ്നേഹം. സമീർ ബിൻ സിമാഷ്. എല്ലാവരോടും സ്നേഹം. ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിക്കും ഇവിടെ നിന്ന് നിരന്തരം ഈ 3 ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്ന പുഞ്ചിരികൾക്കും സ്നേഹാർദ്രമായ കണ്ണുകൾക്കും തുറന്ന ഹൃദയങ്ങൾക്കും ഇവിടെയുള്ള ഓരോ സുഹൃത്തുക്കൾ, ഇവിടെ വെച്ച് വിളമ്പി തന്നവർ, സർവോപരി കൃഷ്ണൻ കർത്ത സാർ, നിങ്ങളോടെല്ലാവരോടും അഗാധമായ സ്നേഹം, സന്തോഷം. ഇന്ന് ഞാൻ തന്നെ എഴുതിയ ഒരു പാട്ടാണ് ഞാൻ പാടുന്നത്. ഇതെൻ്റെ ഉള്ളിലിങ്ങനെ വന്നതൊരു ബസ് യാത്രയിൽ, ഒരു 40 മിനിറ്റ് എടുത്തൊരു ബസ് യാത്രയിൽ ഇങ്ങനെ വന്ന ഒരു പാട്ടാണ്. പഴയ പാടി വരുന്നൊരു ട്യൂണിൽ തന്നെയുള്ള ഒരു പാട്ടാണ്. മസ്താന്മാരുടെ ഒരു ശൈലി ചുവട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന ഒരു പാട്ടാണ്. ഇതിൻ്റെ ആദ്യത്തിൽ ദോഹയായിട്ട് ഞാൻ ചൊല്ലുന്നത് പേർഷ്യൻ കവികളാൽ, എസ്പെഷ്യലി ജാമി, ഹാഫിസ്, റൂമി ഇവരാലൊക്കെ സ്വാധീനിക്കപ്പെട്ട ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു 4 വരിയാണ് ഇതിൻ്റെ ആദ്യത്തിൽ ദോഹയായിട്ട് എൻ്റെ വരികൾക്ക് മുമ്പ് ഞാൻ ചൊല്ലുന്നത്. ഞാനൊരു കവിയൊന്നുമല്ല, മറ്റൊരുപാട് കവികളുടെ പാട്ടുകളെ ഇങ്ങനെ പാടുന്ന ഒരു ഗായകനാണ്. പിന്നെ എൻ്റെ വരികൾ തന്നെ പാടുന്നത് ഇത്തരമൊരു ഇടത്തിൽ, ഇത്രയും ട്രാങ്ക്വിലിറ്റിയുള്ള ഒരു സ്ഥലത്ത് ഒന്ന് ബ്ലെസ്ഡ് ആവുക എന്നുള്ള നിലക്കുള്ള ഒരു സന്തോഷം കൊണ്ട്, ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിത് പാടുന്നത്. എൻ്റെ വീട് മലപ്പുറത്താണ്.
ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ അവിടുത്തെ വലിയൊരു കൾച്ചർ ഫുട്ബോളാണ്. ഈ വരി ജി ശങ്കർ ഗ്രൂപ്പിൻ്റെ ഒരു വരി കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. മൗലാ പന്തിനുണ്ടോ സ്വേച്ഛാവൃത്തി, പന്തിനുണ്ടോ സ്വേച്ഛാവൃത്തി, കാലു ചൂണ്ടും ദിക്കിലേക്ക് പൊന്തിയങ്ങുമിങ്ങും അത് പോകും തട്ടുമ്പോൾ. ആരെറിഞ്ഞു ആരെറിഞ്ഞു കളത്തിലേക്ക്, അവനല്ലാതെ അവനല്ലാതെ ആരറിവൂ നിൻ കാര്യങ്ങൾ അവനറിയാം. ധനിസ ഒന്നാണെല്ലാം ഒന്നാണെല്ലാം ഒന്നല്ലാതുള്ളയൊന്നും ആ ഒന്നിൽ നിറഞ്ഞാടടി. ഒന്നാണെല്ലാം ഒന്നല്ലാതില്ലയൊന്നും ആ ഒന്നിൽ നിറഞ്ഞാടടി. ഒന്നില്ലേ രണ്ടില്ലെന്നുള്ള വിചാരത്തിൽ വന്നാൽ വിരുന്നാണടി. ഒന്നാണെല്ലാം ഒന്നല്ലാതില്ലയൊന്നും ആ ഒന്നിൽ നിറഞ്ഞാടടി. ഒന്നില്ലേ രണ്ടില്ലെന്നുള്ള വിചാരത്തിൽ വന്നാൽ വിരുന്നാണടി. ഒന്നിനെപ്പോൾ വേറെയൊന്നുമില്ലെന്ന മധുരം കുടിച്ചിടടി. രണ്ടെന്ന കോലത്തിൽ കാട്ടുന്നതെല്ലാം ആ ഒന്നല്ലാതല്ല എടി. ഒന്നെന്നും രണ്ടെന്നും എണ്ണം വരുന്നതാ ഒന്നിൻ കണക്കാണെടി. ഒന്നിനെ കാണാനാ രണ്ടെന്നറിഞ്ഞാൽ പിന്നെല്ലാം കണക്കാണെടി. ഒന്നിനെ കാണാനാ രണ്ടെന്നറിഞ്ഞാൽ പിന്നെല്ലാം കണക്കാണെടി. പിന്നെല്ലാം കണക്കാണെടി. ഒന്നായതിനാദ്യം അന്ത്യവുമില്ലെന്ന് ഉള്ളം നിറഞ്ഞാടടി. ഒന്നായതിനാദ്യം അന്ത്യവുമില്ലെന്ന് ഉള്ളം നിറഞ്ഞാടടി. രണ്ടെന്ന് കാണുമ്പോൾ അന്തം വിടാതെ ആ ഒന്നിൽ വിളയാടടി. ഒന്നിൽ നിന്നും വന്നു ഒന്നിലേക്കാണെന്ന് ഉള്ളം കഴുകിടടി. കുന്നായ്മയും കുശുമ്പില്ലാതെ എല്ലാരും ഒന്നാണറിഞ്ഞിടടി. ഒന്നിൽ നിന്നാണ് നീ വന്നതാ ഒന്നിൻ്റെ മുമ്പായൊന്നും ഇല്ലടി. ഉണ്ടായതല്ല ആ ഒന്നെന്ന ഒന്ന് അതെന്നെന്നും ഉള്ളതെടി. ഒന്നില്ലാതെല്ലാം ഒന്നില്ലാതെല്ലാം ആ ഒന്നിൽ മടങ്ങും പിന്നൊന്നല്ലാതില്ല എടി. ഒന്നാണ് മുമ്പും പിമ്പും എന്നും എപ്പോഴും നിൻ കൂടെ ഉള്ളതെടി.
ഒന്നായ ഒന്നിനെ കാണിക്കാനാണ് നീ വന്നെന്നറിഞ്ഞിതടി. ഒന്നേ നിൻ കൂടെയുള്ളൂ എന്നറിഞ്ഞാൽ പിന്നെന്തിന് പേടിയടി. ഒന്നിൽ കറങ്ങി നീയില്ലെന്നറിഞ്ഞാലോ നിൻ പേരും ഒന്നാണെടി. ചൊന്നാൽ നിൻ പേരും പേരില്ലാത്ത കാലവും ആ മഹാബോധമെടി. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ. ഇതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഇതിൽ മഹാനായ തുഞ്ചത്തെഴുത്തച്ഛനെയും ഇച്ഛമസ്ഥാനെയും അതുപോലെ തന്നെ ജ്ഞാനപ്പാനെയും മഹാകവി മോയിൻകുട്ടി വൈദ്യരും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് ഇതിലെ വരികൾ അവസാനിക്കുന്നത്. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിൽ കാവ്യം തിരൂരാണെടി. ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിനൊന്നായി എന്ന് പൂന്താനമെടി. ഒന്നൊന്നോരഹദത്തിലെ അലീഫ് എന്ന ഇശൽ ചൊൽ കൊണ്ടോട്ടിയടി. ഒന്നായ നായൻ തിരുവൊന്നൊന്നുറപ്പതിൽ വിരുദ്ധം കണ്ണൂരാണെടി. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടിയോ ചെമ്പഴന്തി എടി. പലരും പാട്ടാക്കിയതല്ലാത്തതൊന്നും പാടാനില്ല ബിൻസിക്കടി. പലരും പാട്ടാക്കിയതല്ലാത്തതൊന്നും പാടാനില്ല ബിൻസിക്കടി. ഇഷ്ക്.